നമസ്കാരം. 2017 ഫെബ്രുവരി 17 രാത്രി 11 മണി. ആ സമയത്താണ് കൊച്ചിയിലുള്ള സംവിധായകൻ ലാലിന്റെ വീടിന് മുന്നിൽ ആ വാഹനം വന്നു നിൽക്കുന്നത്. ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രസിദ്ധ നടി ഓടി ലാലിന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്ന് ബെല്ലടിച്ചതും ലാല് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന നടിയെ കണ്ട ലാൽ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. എന്താ മോളെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ലാല് ആ നടിയെ അകത്തേക്ക് വിളിപ്പിച്ചു. ശരിക്കും ആ സമയത്ത് ആ നടി വലത് വിറയ്ക്കുന്നുണ്ട്, അവള് കരയുന്നുണ്ട്. എന്താ 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 ഉണ്ടായ ആ ചോദ്യം ലാൽ ചോദിക്കുമ്പോഴേക്കും നടിയുമായി വന്ന കാറ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു കഴിഞ്ഞു. അകത്ത് കയറിയ നടി ലാലിനോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. നടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ലാല് നടിയോട് പറഞ്ഞു, മോളെ ഇതെങ്ങനെ വിട്ടാ പറ്റത്തില്ല, നമുക്ക് കേസ് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ലാല് ഉടൻ തന്നെ നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫിനെ വിളിച്ചു. വിവരം പറഞ്ഞ ആൻഡ്രൂ ജോസഫും അല്പസമയത്തിനകം വീട്ടിലെത്തി. ആൻഡ്രൂ ജോസഫിനോടായും നടി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. കാര്യം കേട്ടതും ആൻഡ്രൂ ജോസഫ് സ്ഥലത്തെ ഡിവൈഎസ്പിയെ ഒന്ന് വിളിച്ചു. ഡിവൈഎസ്പിയെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർക്ക് ആ വീട്ടിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ സമയം അതിവേഗം കടന്നുപോയിട്ടും ആരും അങ്ങോട്ട് വന്നില്ല. ശരിക്കും ആൻഡ്രൂ ജോസഫ് പറഞ്ഞ കാര്യം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കൺഫ്യൂഷൻ നടി പറഞ്ഞ കാര്യവുമായി ബന്ധിപ്പിച്ച് സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരും വീട്ടിലേക്ക് വരാതായതും ആൻഡ്രൂ ജോസഫ് ആ സമയത്താണ് MLA PT തോമസിനെ വിളിക്കുന്നത്. അപ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞു. നടി ലാലിന്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം 1 മണിക്കൂർ ആകുന്നു എന്നർത്ഥം. വിവരം അറിയുന്ന സമയത്ത് PT തോമസ് ഒരു യോഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി ടേബിളിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ആൻഡ്രൂ ജോസഫിന്റെ കോൾ വരുന്നത്. ആ നിമിഷം തന്നെ PT തോമസ് അവിടെ നിന്ന് നേരെ ലാലിന്റെ വസതിയിലേക്ക് തിരിച്ചു. ലാലിന്റെ വസതിയിലെത്തി കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും PT തോമസ് റേഞ്ച് അയച്ച് വിളിച്ച കാര്യം പറഞ്ഞു. ആ നിമിഷം മുതൽ കാര്യങ്ങൾ ശരിക്കും ഉഷാറായി. അല്പസമയത്തിനകം പോലീസ് സംഘം സ്ഥലത്തെത്തി. അവര് നടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. നടി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടിയും കൊണ്ട് പോലീസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും സമയം 3 മണിയാണ്. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം അവര് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 297/2017 എന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് അനുസരിച്ച് സംഭവം നടന്നിരിക്കുന്നത് 2017 ഫെബ്രുവരി 17 രാത്രി നടി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴാണ്. അവരുടെ കാറ് ആ സമയത്ത് ഓടിച്ചിരുന്നത് മാർട്ടിൻ ആന്റണി എന്നൊരു ചെറുപ്പക്കാരനാണ്. മാർട്ടിൻ ആന്റണി ഓടിക്കുന്ന ആ കാറ് തൃശ്ശൂരിൽ നിന്ന് അത്താണിയിൽ എത്തിയപ്പോൾ ആ കാറിന്റെ പുറകിൽ ഒരു വാഹനം ഇടിച്ചു. വാഹനം ഇടിച്ചതും മാർട്ടിൻ അയാളുടെ കാറ് ഒതുക്കി. ആ സമയത്ത് ആ കാറിലേക്ക് ഇടിച്ച ടെമ്പോ ട്രാവലറിൽ നിന്ന് അതിനകത്തുണ്ടായിരുന്ന ആളുകൾ ചാടി ഇറങ്ങി മാർട്ടിനും നടിയുമുള്ള ആ കാറങ്ങ് വളഞ്ഞു. നിങ്ങൾ എന്തായി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഓടിയെത്തിയത്. അകത്ത് പരിചയമുള്ള നടിയാണെന്ന് കണ്ടതും അവരുടെ ആ ശോഭ ഒന്ന് തണുത്തു. ശോഭ തണുത്ത അവർ നടിയോട് അവർക്ക് കൂടി എറണാകുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആ വാഹനത്തിനകത്തേക്ക് കയറി. 2 പേരാണ് വാഹനത്തിനുള്ളിലേക്ക് കയറിയത്. വാഹനത്തിനുള്ളിലേക്ക് കയറിയ അവർ വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ മുന്നിലിരിക്കായിരുന്ന നടിയെ എണീപ്പിച്ച് പുറകിലോട്ടിരുത്തി. ഇപ്പോൾ ആ നടിയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് അവർ 2 പേര് ഇരിക്കുന്നത്. വാഹനം മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള ആളുകൾ ആ ടെമ്പോ ട്രാവലറിൽ അവർ ഫോളോ ചെയ്യുകയാണ്. അത്താണിയിൽ നിന്ന് ആ വാഹനം കളമശ്ശേരി അപ്പോളോ ടൈൽസിന്റെ മുന്നിൽ എത്തിയപ്പോൾ മാർട്ടിന്റെ വാഹനത്തെ ഒരാള് കൈ കാണിച്ച് നിർത്തി. മാർട്ടിൻ വാഹനം നിർത്തിയതും കൈ കാണിച്ച വ്യക്തിക്കൊപ്പം ഒരാൾ കൂടി പെട്ടെന്ന് കാറിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അവർ 2 പേരും കാറിനെ സമീപിച്ചതും കാറിന്റെ ഡോറ് തുറന്ന് നടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാള് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ അടുത്തെത്തിയ 2 പേർ കാറിന്റെ അകത്തേക്ക് കയറി. ഒരാള് നടിക്കൊപ്പം ഇരുന്നു, മറ്റേയാള് മുൻഭാഗത്തും ഇരുന്നു. വീണ്ടും കാറ് മുന്നോട്ട് നീങ്ങുകയാണ്. ആ കാറ് പാലാരിവട്ടത്തെത്തിയപ്പോൾ ഒരാള് വീണ്ടും കാറിന് കൈ കാണിച്ചു. അയാൾ കൈ കാണിച്ചതും മാർട്ടിൻ കാറ് നിർത്തി. മാർട്ടിൻ കാറ് നിർത്തിയതും കൈ കാണിച്ച ആള് ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗത്തേക്കാണ് വന്നത്. അയാള് അവിടെ എത്തി മാർട്ടിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. മാർട്ടിൻ എന്തിനാ ഇറങ്ങുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും അയാള് ഡോറ് തുറക്കുകയും മാർട്ടിനെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. മാർട്ടിനോട് പുറകിലത്തെ വണ്ടി കയറാൻ പറഞ്ഞ ആ വ്യക്തി കാറിനകത്തേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ ആളെ നടി കണ്ടു. നടിക്ക് ആ ആളെ പരിചയമുണ്ട്. ആ നടി നേരത്തെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഗോവയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കാർ ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്ന ഒരു സുനിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നത്. സുനിൽ
നീയോ എന്ന് നടി ചോദിക്കുകയും ചെയ്തു. സുനില് അതേന്ന് പറഞ്ഞിട്ട് വാഹനം മുന്നോട്ടെടുക്കുകയാണ്. വാഹനം മുന്നോട്ടെടുത്ത സുനില് എറണാകുളം ടൗണിലേക്കാണ് വാഹനം ഓടിച്ചു കയറ്റിയത്. വാഹനം ഓടിച്ചു പോകുന്ന സുനില് കുറച്ചു ദൂരം ഓടിച്ചിട്ട് വാഹനം നിർത്തി. സുനില് വാഹനം നിർത്തിയതും പുറകുവശത്തുണ്ടായിരുന്ന ആള് എണീറ്റ് ഡ്രൈവറുടെ സീറ്റിലേക്ക് കാറിന്റെ പുറത്തുകൂടി വന്നപ്പോൾ സുനില് കാറിൽ നിന്നിറങ്ങി അവനിരുന്ന ഭാഗത്ത് മടങ്ങിയെത്തി. ഒരു മാറ്റം രണ്ടുപേരും തമ്മിലുള്ള പൊസിഷനിലുണ്ടായി. കാർ പിന്നെയും മുന്നോട്ട് നീങ്ങിയാണ്. നടിക്ക് ഈ സമയത്ത് ശരിക്കും അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്താണിയിൽ വെച്ച് രണ്ടുപേര് കയറിയപ്പോൾ തന്നെ നടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് അവർ പിടിച്ചെടുത്തിരുന്നു. ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ശരിക്കും നടി ആ സമയത്ത്. കാർ പിന്നെയും ആ രാത്രിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിറ്റേത്തങ്കരയിലുള്ള ഹോട്ടൽ കാമധേനുവിന്റെ മുന്നിൽ കാർ എത്തി. കാർ ഓടിക്കുന്ന വ്യക്തി അവിടെ കാർ നിർത്തിയ വ്യക്തി പുറത്തിറങ്ങുമ്പോൾ സുനില് അവനെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും അവൻ ഒരു ബോട്ടിൽ വെള്ളവും ഒരു മൊബൈൽ ഫോണുമായി ആ കാറിനടുത്ത് വന്നിട്ട് അത് രണ്ടും സുനിയുടെ കൈയിൽ കൊടുത്തു. സുനിലും മൊബൈൽ ഫോൺ കയ്യിൽ വാങ്ങിച്ചതും മുൻഭാഗത്തുണ്ടായിരുന്ന യാത്രക്കാരൻ ഇറങ്ങി പുറകിലത്തെ ടെമ്പോ ട്രാവലറിലേക്ക് കയറി. കാറ് പിന്നെയും മുന്നോട്ട് നീങ്ങിയാണ്. കാറ് മുന്നോട്ട് നീങ്ങി പരിചയമില്ലാത്ത വഴികളിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ സുനിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും നടിയെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ സമയത്ത് നടിയോട് സുനി അപമര്യാദയായി പെരുമാറി തുടങ്ങി. നടിയെ ഭീഷണിപ്പെടുത്തി നടിയുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കൊട്ടേഷൻ നടപ്പിലാക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ നടിയുടെ ഡ്രസ്സ് അഴിച്ചു തുടങ്ങിയത്. ഡ്രസ്സ് അഴിച്ച സുനിൽ മൊബൈൽ ക്യാമറ ഓണാക്കി ആ ക്യാമറയിൽ ആ നടിയെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണ്. ശരിക്കും അടുത്ത് നടന്നത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ഒരു ഓറൽ സെക്സ് ബലമായി നടിയെ കൊണ്ട് സുനി ചെയ്യിപ്പിക്കുകയായിരുന്നു. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ വാഹനം എറണാകുളം ജില്ലയിലെ പടമുകൾ ഭാഗത്തെത്തി. അവിടെ എത്തിയതും കാർ ഓടിച്ചിരുന്ന വ്യക്തി കാർ നിർത്തി. ആ സമയത്ത് തൊട്ടുപുറകിലുള്ള ടെമ്പോ ടവറിൽ നിന്ന് ഡ്രൈവർ മാർട്ടിൻ ഇറങ്ങി വന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഡ്രൈവർ സീറ്റിലേക്ക് മാർട്ടിൻ കയറിയതും നടിക്കൊപ്പം ബാക്ക് സീറ്റിലുണ്ടായിരുന്ന സുനിയും കൂടെയുള്ള ആളും വാഹനത്തിൽ നിന്നിറങ്ങി ടെമ്പോ ടവറിൽ ലക്ഷ്യമാക്കി നടന്നു. അവരെ ടെമ്പോ ടവറിലേക്ക് പോകുന്നതിന് മുന്നേ സുനിൽ നടിയോട് ഒരു കാര്യം പറയുകയും ചെയ്തു. ഈ വിഷ്വൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. നീ ഈ കാര്യം ആരോടെങ്കിലും പറയുകയോ കേസിന് പോവുകയോ ചെയ്താൽ ഉറപ്പായും ഈ വിഷ്വൽ ലോകം മുഴുവൻ കാണും. ശരിക്കും ഒരു ഭീഷണിയാണ് ആ സമയത്ത് ആ നടിയോട് ആ ഡ്രൈവർ സുനിൽ നടത്തിയത്. സുനില് ആ കാര്യം പറയുമ്പോൾ നടി ശരിക്കും സ്തംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മണിക്കൂറിൽ നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ സകല കാൽക്കുലേഷനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഡബിങ് ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നിന്ന് നടി എറണാകുളത്തേക്ക് ആ രാത്രി എത്തിയത്. ഏകദേശം ഒരു 9-9:30 അവളുടെ താമസ സ്ഥലത്ത് എത്തത്തക്ക രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ നടി തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്തിരുന്നത്. ഇപ്പൊ ഇതാ 11 മണിയോടുകൂടി അവള് പടമുകളിൽ മാർട്ടിന്റെ കാറിൽ ഇരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും മാർട്ടിന്റെ കാറ് ഡയറക്ടർ ലാലിന്റെ വീടിന്റെ മുന്നിലെത്തി. അവിടെ അവൻ കാർ നിർത്തിയതും നടി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടുകയായിരുന്നു. ഇതാണ് FIRൽ സൂചിപ്പിക്കുന്ന സംഭവം. നടിക്ക് ആകെ ഒരേ ഒരാളെ അതിനകത്ത് പരിചയമുള്ളൂ. അവളെ ഓറൽ സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്ത് വീഡിയോ എടുത്ത സുനിൽ എന്ന ആ ഡ്രൈവറെ. അവൻ നേരത്തെ ഈ ലാലിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവറുടെ റോളിൽ ഗോവയിലുണ്ടായിരുന്നു. ആ സമയത്ത് ആ സിനിമയിൽ അഭിനയിച്ചിരുന്ന നടിക്ക് ആ സുനിലിനെ അറിയാം. വളരെ ചെറിയൊരു പരിചയമുള്ളൂ. ആ പരിചയം ഉണ്ടാകാനുള്ള കാരണം തന്നെ ഗോവയിലെ ആ ഷൂട്ടിന്റെ ഒരു രീതിയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്ന് ആ ഷൂട്ടിനുണ്ടായിരുന്നത്. ചെറിയ ചില രംഗങ്ങൾ മാത്രമേ അന്ന് ലാൽ ക്രിയേഷൻസിന് വേണ്ടി അവിടെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നടിക്ക് ആ ചെറുപ്പക്കാരന്റെ പേര് കൃത്യമായി ഓർമ്മയുള്ളത്. സിറ്റിക്ക് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ അടിക്കുന്ന പത്രങ്ങളാണ് എത്തുന്നത്. സിറ്റിയിലെ പത്രങ്ങളാണ് ഏറ്റവും ലേറ്റായിട്ട് അടിക്കുന്നത്. ആ പത്രങ്ങൾ വായിച്ച ആളുകൾക്ക് മാത്രമാണ് കൊച്ചിയിൽ ഒരു യുവനടി അതിക്രൂരമായി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ട ആ വാർത്ത വായിക്കാൻ പറ്റിയത്. ആ വാർത്ത സ്വാഭാവികമായിട്ടും പത്രങ്ങളിൽ നിന്ന് സോഷ്യൽ മാധ്യമങ്ങളിൽ എത്തുമ്പോഴേക്കും ചാനലുകൾ വാർത്ത ബ്രേക്ക് ചെയ്തു. ആരാണ് ആ നടി എന്നുള്ള വിവരം മാത്രം മറച്ചു വെച്ചുകൊണ്ട് ഈ സംഭവം അതുപോലെ തന്നെ ചാനലുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ വാർത്ത കേട്ട എൻ്റെ ആളുകൾ ഞെട്ടിപ്പോവുകയാണ്. ഒരു നടിക്ക് ഈ ശൈലിയിൽ എറണാകുളം സിറ്റിയിൽ ഒരു അപകടം ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ശൈലിയിൽ ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവാത്തൊരു കാര്യമാണ്.
പെട്ടെന്ന് തന്നെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. നടികളുടെയും നടന്മാരുടെയും സംഘടനയാണല്ലോ അമ്മ എന്ന് പറയുന്നത്. അമ്മയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതികരണം ഉണ്ടായി. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലും ട്രഷറർ ദിലീപും സെക്രട്ടറി ഇടവേള ബാബു ഉൾപ്പെടെ എല്ലാ ആളുകളും പ്രതികരണങ്ങളുമായി രംഗത്തിറങ്ങി. ഒരുപാട് ചാനലുകൾ ലാലിന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും എല്ലാ ചാനലുകൾക്കും ഉണ്ട്. ലാല് അദ്ദേഹത്തിന് ലഭിച്ച അറിവുകളൊക്കെ ചാനലുകളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പി ടി തോമസിനെ കാണുന്നുണ്ട്. പല ആളുകളിൽ നിന്നായി വാർത്തകൾ ഇങ്ങനെ ചോർന്നു വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് സുനിൽ പറഞ്ഞ വാചകം നടി കേട്ടതാണ്. നടി അത് അങ്ങനെ തന്നെ പോലീസുകാരോട് പറഞ്ഞതുകൊണ്ട് അതും ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയിട്ടുണ്ട്. ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് അന്ന് വൈകുന്നേരം എറണാകുളം ദർബാർ ഹാളിൽ നടന്മാരും സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന ഒരു പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാനായി നടി മഞ്ജു വാര്യറും എത്തിയിരുന്നു. മഞ്ജു വാര്യർ സിനിമ അഭിനയം നിർത്തി വീട്ടമ്മയായി മടങ്ങിപ്പോയതിനു ശേഷം ഈ അടുത്ത കാലത്താണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നത്. മഞ്ജു വാര്യരുടെ തിരിച്ചു വരവിന് ശേഷമുള്ള സിനിമകളൊക്കെ ഹിറ്റായി തുടങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ഉണ്ടാകുന്നത്. ആ മീറ്റിംഗിൽ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഞ്ജു വാര്യർ അസന്നിഗ്ധമായി ഒരു കാര്യം പറഞ്ഞു. ഇതൊരു ചെറിയ സംഭവമൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ വളരെ വളരെ ആലോചിച്ചെടുത്തിരിക്കുന്ന തീരുമാനമുണ്ട്. ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകണം. ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് നടിക്കെതിരെയുള്ള ആക്രമണം നടന്നതെന്നാണ് മഞ്ജു വാര്യർ സൂചിപ്പിച്ചത്. ആ മീറ്റിംഗിൽ തന്നെ നടൻ ദിലീപും അതിശക്തമായ നടപടി കുറ്റക്കാർക്കെതിരെ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഒരുപാട് നടന്മാരും സംവിധായകരും ഒക്കെ ആ മീറ്റിംഗിൽ എത്തിയിരുന്നു. എല്ലാ മേഖലകളിലും ഇതിനെതിരെ അതിശക്തമായ ഒരു വികാരം അങ്ങനെ അലയടിക്കുകയാണ്. പോലീസിനെ അറിയാൻ കഴിയുന്ന ഏക വ്യക്തി സുനിലാണ്. നടി പറഞ്ഞ ആ സുനിൽ ആരാണെന്ന് കൃത്യമായും ലാലിന് അറിയാം. ലാൽ ക്രിയേഷൻസിന്റെ ഭാഗമായിട്ട് പലപ്പോഴും വാഹനം ഓടിക്കുന്ന ആളാണ് ആ സുനിൽ. സുനിലിന്റെ വെയർഅബൌട്ട്സ് ആ നിമിഷം തന്നെ കളക്ട് ചെയ്ത പോലീസ് സംഘം സുനിലിനെ അന്വേഷിച്ച് സുനിലിന്റെ വീട്ടിലെത്തിയെങ്കിലും സുനിലിനെ അവിടെ നിന്ന് കിട്ടിയില്ല. സുനിൽ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പോലീസ് അന്വേഷിച്ചു തുടങ്ങി. സുനിലിനെ കിട്ടിയാൽ സുനിലിന് ഒപ്പമുള്ള ബാക്കി ആളുകളെ പോക്കാൻ എളുപ്പമാണ്. 18-ാം തീയതി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ 19-ാം തീയതി പി ടി തോമസ് MLA അന്വേഷണ സംഘത്തോട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു സംശയം പങ്കുവച്ചു. എനിക്ക് ആ വാഹനം ഓടിച്ചെന്ന മാർട്ടിന് ശരിക്കും സംശയമുണ്ട്. നടി കൊടുത്ത മൊഴിയിൽ മാർട്ടിനെതിരെ ഒരു തരത്തിലുള്ള പരാമർശവുമില്ല. നടിക്ക് മാർട്ടിനെ ഒരു തരത്തിലും സംശയിക്കാനുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ പി ടി തോമസിന് മാർട്ടിന്റെ ആ വീട്ടിലെ നിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും അവന്റെ മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ അവൻ എന്തോ ഒളിക്കുന്ന പോലെ ഒരു തോന്നൽ. പി ടി തോമസ് ആ കാര്യം പോലീസിന്റെ ശ്രദ്ധയപ്പെടുത്തിയതും പോലീസ് അന്വേഷണ വിധേയമായി മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തു. മാർട്ടിനെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ടെമ്പോ ടവറിൽ ഉണ്ടായിരുന്ന പല ആളുകളെയും മാർട്ടിനെ അറിയാം എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ 2 പേരെ പോലീസ് പൊക്കി. മാർട്ടിനൊപ്പം 2 ആളുകൾ കൂടി കസ്റ്റഡിയിലായി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി 22-ന് ഒരു വക്കീല് ഒരു മൊബൈൽ ഫോണും മെമ്മറി കാർഡും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധമുള്ള മൊബൈൽ ഫോണും മെമ്മറി കാർഡുമാണെന്നാണ് അത് ഹാജരാക്കിയ വക്കീല് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞത്. അതൊരു സെൻസേഷണൽ വാർത്തയായി മാറുകയാണ്. വക്കീലിന്റെ കയ്യിൽ അതെങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് പൾസർ സുനി ഏൽപ്പിച്ചതാണെന്നുള്ള മറുപടിയാണ് വക്കീലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ആ വാർത്ത ചാനലുകൾ ബ്രേക്ക് ചെയ്തു. ചാനലുകൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിനിടയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ചില ഊഹ കഥകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഊഹ കഥകളിലെ നായകൻ ആലുവയിലുള്ള ഒരു നടനാണ്. ആലുവയിലുള്ള നടനും ഈ നടിയും സുഹൃത്തുക്കളായിരുന്നെന്നും പിന്നീട് പിണങ്ങിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടൻ കൊട്ടേഷൻ കൊടുത്താണെന്നുള്ള ശൈലിയിലേക്കുള്ള ഒരു ഊഹ കഥകളാണ് വരുന്നത്. നടന്റെ പേര് ആ കഥയിലൊന്നും പറയുന്നില്ല. ആ വാർത്ത പ്രമുഖ പത്രങ്ങളോ ചാനലുകളോ ഒന്നും തന്നെ കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്ത് ലേശം മഞ്ഞ സ്വഭാവമുള്ള വാർത്തകൾ കൊണ്ട് ഏതാണ്ട് മാർക്കറ്റ് പിടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് ആ വാർത്ത കൊടുത്തു തുടങ്ങിയത്. ആ വാർത്ത ശരിക്കും ഈ വാർത്താ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറയാം. എന്താണ് വിപ്ലവം എന്ന് ചോദിച്ചാൽ, ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരുപാട് റീഡേഴ്സ് ഉള്ള പത്രങ്ങൾക്കാണല്ലോ ധാരാളം റീഡേഴ്സിനെ കിട്ടുക. പക്ഷേ ആ റീഡേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ വരാത്ത വാർത്ത ഈ പോർട്ടലിൽ വന്നപ്പോൾ ആ പോർട്ടലിലേക്ക് ആളുകളുടെ വൻ ഒഴുക്കുണ്ടായി.
നമ്മൾ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 20 പത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും അവസാനത്ത് വരുന്ന ഒരു പോർട്ടലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്ത വായിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോർട്ടലിന്റെ റാങ്കിങ് ആ നിമിഷം മുതൽ ഉയരുകയാണ്. പോലീസ് ഈ ഡ്രൈവർ സുനിലിനെയും അവന്റെ ബാക്കിയുള്ള കൂട്ടാളികളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫെബ്രുവരി 23-ന് സുനിലും വിജേഷ് എന്ന കൂട്ടാളിയും കോടതിയിൽ ഹാജരായി. കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എറണാകുളത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കഥാപാത്രങ്ങൾ കീഴടങ്ങാൻ എത്തിയത്. ജഡ്ജി ഉള്ള കോടതി മുറിയിലേക്ക് അവർ രണ്ട് കടക്കാനായി കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ തൊട്ടു പുറകെ എത്തിയ പോലീസ് ആ രണ്ടുപേരെയും കോളറി പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ഈ കാഴ്ച കോടതി മുറിയിൽ ഉണ്ടായിരുന്ന ജഡ്ജി ഉൾപ്പെടെ എല്ലാവരും കാണുകയും ചെയ്തു. എന്താന്ന് ജഡ്ജി ചോദിക്കുമ്പോഴേക്കും പോലീസ് അവമരം കൊണ്ട് താഴേക്ക് ഓടിയിറങ്ങിയിരുന്നു. സെൻസേഷണലായ ഒരു വാർത്തയായി അതങ്ങ് മാറി. അറസ്റ്റ് ചെയ്യപ്പെട്ട ആ സുനിലിന് പൾസർ സുനി എന്ന ഒരു ഇരട്ടപ്പേരുണ്ടെന്നുള്ള കാര്യത്തോടു കൂടി വാർത്ത അങ്ങ് പബ്ലിഷ് ആവുകയാണ്. കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് വിജേഷാണ്. ഇവർ രണ്ടുപേരും ആ ടെമ്പോ ടവറിൽ ഉണ്ടായിരുന്നവരും പിന്നീട് ആ വാഹനത്തിൽ കയറിയ കക്ഷികളുമാണ്. പെട്ടെന്ന് കഥ അതിവേഗം വളരുകയാണ്. അധികം സമയം എടുക്കും മുമ്പ് ബാക്കിയുള്ള പ്രതികളെ കൂടി പോലീസ് അങ്ങ് പൊക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും റിമാൻഡ് ചെയ്യപ്പെട്ടു. റിമാൻഡ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ ജയിലാവുകയും ചെയ്തു. ഇതിനിടയിൽ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളുടെ ഭാഗമായിട്ട് പിണറായി വിജയനോട് പത്രക്കാർ ഒരു കാര്യം ചോദിച്ചു. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നിൽ ഗൂഢാലോചനകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഗൂഢാലോചനയൊന്നുമില്ല എന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മറുപടിക്കെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആക്രമിക്കപ്പെട്ട നടി തന്നെ ആ ആക്രമണത്തിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചിരിക്കുമ്പോൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അങ്ങനെ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് പരസ്യമായി പറഞ്ഞാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ശക്തമായ അഭിപ്രായമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ആ അഭിപ്രായം പറയുന്നതിന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ PT തോമസ് തന്നെയാണ്. അദ്ദേഹം ആ നടി ആക്രമിക്കപ്പെട്ട ദിവസം നേരത്തെ കണ്ട വ്യക്തിയാണ്. ആ കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മായത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള നടിയുടെ അഭിപ്രായത്തോട് ഒപ്പം നിൽക്കാനാണ് PT തോമസ് ശ്രമിച്ചത്. PT തോമസിന്റെ ആ അഭിപ്രായത്തെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഒരുപോലെ പിന്താങ്ങി. സ്വാഭാവികമായിട്ടും ആ ഒരു ഇടപെടൽ ഭരണകൂടത്തിന്റെ ചിന്തകളിൽ മാറ്റം വരുത്തി തുടങ്ങിയാണ്. സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ADGP സന്ധ്യ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ്. ഒരുപാട് പ്രമുഖരുള്ള ഒരു വലിയ ടീമിനെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതിനായി സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഒരുപാട് മാറ്റങ്ങൾ ഇതിനിടയിൽ പല മേഖലയിലും സംഭവിക്കുന്നുണ്ട്. അമ്മ എന്ന സംഘടന വേണ്ടത്ര പരിഗണന ഈ നടിയെ ആക്രമിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പോർട്ടലിൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആലുവെന്നുള്ള ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോർട്ടിലും ഹൈക്കോടതിയിലൊക്കെ ജാമ്യ അപേക്ഷകളുമായി ചെല്ലുന്നുണ്ട്. ആ ജാമ്യാപേക്ഷകൾ പരിഗണിച്ച കോടതി ആർക്കും ജാമ്യം അനുവദിച്ചില്ല. ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിച്ചാൽ കേസന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണ് കോടതികളെല്ലാം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പുകമറ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഗൂഢാലോചന നടന്നു എന്നാണ് തുടക്കം മുതൽ ആരോപിക്കപ്പെടുന്നത്. മഞ്ജു വാര്യർ ആ പൊതുയോഗത്തിൽ പറഞ്ഞതുപോലെ പിന്നീട് നടിയും ആ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. നടി ആവർത്തിച്ച് അക്കാര്യം പറയുന്നത് കൊണ്ട് സർക്കാരും അത് അന്വേഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ. പക്ഷെ സർക്കാരിന്റെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ ഒരു പഴുതും കിട്ടുന്നില്ല. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഈ സംഭവത്തിൽ ഭാഗഭാക്കായിരിക്കുന്ന ആളുകളാണല്ലോ അക്കാര്യം പറയേണ്ടത്. ഈ സമയത്ത് മാർട്ടിൻ കോടതികൾ മുഴുവൻ കയറി ഇറങ്ങിയാണ്. മാർട്ടിൻ മാത്രമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ കോടതിയിൽ കയറി ഇറങ്ങുന്നുണ്ട് ജാമ്യത്തിന് വേണ്ടി. മാർട്ടിൻ പറയുന്ന കാര്യം സിമ്പിളാണ്. അവൻ ആ നടിയുടെ കാർ ഓടിച്ചിരുന്നു. അവൻ ഓടിച്ചിരുന്ന സമയത്ത് ആ കാറിൽ ഒരു വാഹനം വന്ന് ഇടിച്ചു. അതിനകത്ത് ആളുകൾ കയറി. അതിനുശേഷം അവന് ബലമായി ഇറക്കി ടെമ്പോ ട്രാവലിൽ കയറ്റിയിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ കാര്യങ്ങളുമായി അവന് ഒരു ബന്ധവുമില്ല എന്നാണ് മാർട്ടിന്റെ അഭിപ്രായം. പക്ഷെ കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2017 ജൂൺ 23-ന് പൾസർ സുനി കിടക്കുന്ന ജയിലിലെ സഹ തടവുകാരനായ ജിൻസൺ അവിടുത്തെ ജയിൽ അധികാരികളോട് ഒരു കാര്യം പറയുന്നത്. അയാൾ പറഞ്ഞ കാര്യം ജയിൽ അധികാരികൾ വഴി പതുക്കെ ചാനലുകൾ വഴി ജനം അറിഞ്ഞതും ശരിക്കും അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റ് ഈ കഥയ്ക്കുണ്ടാവുകയാണ്. ആ ജിൻസൺ പറഞ്ഞ കാര്യവുമായി കണക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായി. ആ പത്രസമ്മേളനം നടത്തിയത്
ദിലീപും നാദിർഷയും ചേർന്നാണ്. അവർ പത്രലേഖകരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കോള് ലഭിച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധിപ്പിക്കാതിരിക്കാൻ 1.5 കോടി രൂപയാണ് ആ കോള് വിളിച്ചയാള് എന്നോട് ചോദിച്ചത്. ഞാൻ ആ പണം കൊടുത്തില്ലെങ്കിൽ എന്നെ ആ കേസിൽ പെടുത്തുമെന്നാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞത്. ദിലീപിന് വന്നതുപോലെ കോള് നാദിർഷയ്ക്ക് വന്നിട്ടുണ്ട്. പത്രങ്ങളും ചാനലുകളും ഒക്കെ ആ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഒരു കത്ത് പുറത്തു വന്നു. ആ കത്ത് എഴുതിയിരിക്കുന്നത് പൾസർ സുനിയാണ്. ആ കത്ത് പൾസർ സുനി എഴുതിയിരിക്കുന്നത് ദിലീപിനാണ്. ദിലീപിന്റെ കയ്യിൽ ആ കത്ത് വന്നിട്ടില്ല. ദിലീപിന് ആ കത്ത് കൊടുക്കാൻ വേണ്ടി പൾസർ സുനി എഴുതി ആരുടെയോ കൈവശം കൊടുത്ത് അതെങ്ങനെയൊക്കെ കൈമറിഞ്ഞ് ഇപ്പോൾ പത്രങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകൾ ആ കത്ത് കടന്നുപോയ വഴികളിലുണ്ട്. എന്തായാലും കത്ത് വളരെ വളരെ വ്യക്തമാണ്. ദിലീപ് പറഞ്ഞിട്ടാണ് ആ നടിയെ പൾസർ സുനി ആക്രമിച്ചതെന്നും ആ രംഗങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാനായി പൾസർ സുനിക്ക് ദിലീപ് 1 കോടി രൂപ ഓഫർ ചെയ്തിരുന്നു എന്നാണ് പൾസർ സുനി കത്തി പറയുന്നത്. പക്ഷെ പൈസ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കത്തെഴുതാൻ അയാൾ നിർബന്ധിതനായിരിക്കുന്നത്. പറഞ്ഞ സംഖ്യ കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ പൾസർ സുനിക്ക് സംശയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് പണം കിട്ടണം എന്നുള്ള ഒരു ആവശ്യം പൾസർ സുനിയുടെ ആ കത്തിനകത്തുണ്ട്. പക്ഷെ കത്ത് ചോർന്ന് പുറത്തായതോടുകൂടി അതൊരു സെൻസേഷണൽ വാർത്തയായി മാറി. നടി ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം നടന്ന ആ മീറ്റിംഗിൽ മഞ്ജു വാര്യർ വളരെ വ്യക്തമായി ഒരു ഗൂഢാലോചനയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്തണമെന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്ത ദിലീപ് അന്ന് പറഞ്ഞതുമാണ്. അതിനുശേഷമാണ് ആക്രമിക്കപ്പെട്ട നടി ആ കാര്യം ആവർത്തിച്ചുകൊണ്ട് ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഇതാ ആ ഗൂഢാലോചന നടത്തിയ വ്യക്തി ദിലീപാണെന്നാണ് ആ കത്ത് വഴി പുറത്തു വരുന്നത്. നടിയെ ആക്രമിച്ച് അവളെ പീഡിപ്പിച്ച് ആ വിഷ്വൽ ഷൂട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നതും ആ കത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. ആലുവയിലെ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ. 13 മണിക്കൂറാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നേതൃത്വം കൊടുക്കുന്ന സന്ധ്യ ഉൾപ്പെടെയുള്ള ടീമാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ദിലീപിനെ നാദിർഷയും 13 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് ദിലീപിൽ നിന്നും നാദിർഷയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മറുപടികളൊന്നും കിട്ടിയില്ല, തെളിവുകളും കിട്ടിയില്ല. അങ്ങനെ അവർ രണ്ടുപേരെയും വിട്ടു. ഈ സംഭവ വികാസങ്ങളൊക്കെ ചാനലുകൾ വൻ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോർട്ടൽ ഈ സമയം കൊണ്ട് 20ാം റാങ്കിൽ നിന്ന് 10-നകത്തേക്ക് ഓടിക്കേറിയിരിക്കുകയാണ്. ആ പോർട്ടൽ വായിക്കുന്ന ആളുകളുടെ എണ്ണം അനുനിമിഷം കൂടുകയാണ്. അവരാണ് ആദ്യമായിട്ട് ആലുവയിലുള്ള നടൻ എന്ന് ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു തുടങ്ങിയത്. ആ കഥ ഇതാ സത്യമാണെന്ന ശൈലിയിൽ ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയ നടന്നിരിക്കുകയാണ്. ഒരുപാട് വിവരങ്ങളുമായിട്ട് ആ പോർട്ടൽ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. സ്വാഭാവികമായിട്ടും മറ്റ് പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുകയാണ്. മാധ്യമങ്ങൾ തമ്മിൽ ഒരു മത്സരം എപ്പോഴും ഉണ്ടല്ലോ. കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അത് മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്തൊക്കെ കേരള കൗമുദിയും മാതൃഭൂമിയും ദേശാഭിമാനിയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫ്രണ്ട് പേജിലേക്ക് മാറ്റി കൊടുത്തു തുടങ്ങി. നടി ആക്രമിക്കപ്പെട്ട ആദ്യത്തെ ദിവസങ്ങളിൽ അവർ ഫ്രണ്ട് പേജ് വാർത്തകൾ കൊടുത്തെങ്കിലും പിന്നീട് ഉൾപേജിലായിരുന്നു വാർത്ത. ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് മുതൽ വാർത്തകൾ മുൻ പേജിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദിലീപിനോട് ചില കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ പോലീസ് ക്ലബിലേക്ക് വരണമെന്ന് അധികാരികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പോലീസ് ക്ലബിലെത്തി. അന്ന് ജൂലൈ 10 ജൂലൈ 10 ദിലീപിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയ പോലീസ് സംഘം കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത റിലീസ് ചെയ്തു. യുവനടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പത്രവാർത്ത. ആ വാർത്ത കേരളത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ചലനം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജ് വാർത്തയായി പിറ്റേ ദിവസം അതങ്ങ് മാറി. നടൻ ദിലീപ് അറസ്റ്റിൽ. ഇതേ സമയത്ത് ഇന്ത്യയിലെമ്പാടുമുള്ള പത്രങ്ങളിൽ മറ്റൊരു വാർത്തയാണ് പ്രമുഖ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ യാത്ര ഭീകരന്മാർ ആക്രമിച്ച് 10ലധികം തീർത്ഥാടകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതാണ് എല്ലാ പത്രങ്ങളിലെയും സെൻസേഷണൽ വാർത്ത. പക്ഷെ കേരളത്തിൽ അതൊരു ചെറിയ ന്യൂസ് മാത്രമായി മാറുകയും പ്രമുഖ ന്യൂസ് ദിലീപിന്റെ അറസ്റ്റായി മാറുകയും ചെയ്തു. ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും കാര്യങ്ങളും കൊണ്ട് പത്രങ്ങളിലെ കോളങ്ങൾ മുഴുവൻ നിറയുകയാണ്. സെൻസേഷണൽ ന്യൂസുകളുടെ ഒരു നിര തന്നെ തുടർന്ന് നമ്മൾ പത്രങ്ങൾ വഴി വായിച്ചു തുടങ്ങി. പത്രങ്ങൾ മാത്രമല്ല, സകല TV ചാനലുകളും സോഷ്യൽ മാധ്യമങ്ങളും എന്ന് വേണ്ട സകലരും ഈ വാർത്തയുടെ പുറകിലേക്ക് അങ്ങ് കുമിഞ്ഞു കൂടുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ കേസ് ഞാൻ സൂചിപ്പിച്ചു. ആ ഓൺലൈൻ മാധ്യമം ഈ സമയം മുതൽ ശരിക്കും നമ്മൾ സിനിമാ കഥ എഴുതും പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കഥകൾ എഴുതി ആ ഓൺലൈൻ പോർട്ടലിൽ കൊടുത്തുകൊണ്ടേയിരുന്നു. അതിന് ഫലമുണ്ടാവുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശരിക്കും ആ പോർട്ടലിലെ സന്ദർശകരുടെ എണ്ണം ഇങ്ങനെ കുതിച്ച് ചാടുകയാണ്.
കുതിച്ചുചാടി ആ പോർട്ടൽ ആദ്യത്തെ 5 പാത്രങ്ങളിൽ ഒന്നായി മാറാൻ ഏതാനും ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഈ കുതിച്ചാട്ടം ബാക്കി മാധ്യമങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ആ വാർത്ത ഒരു വശത്ത് നടക്കുമ്പോൾ പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കി ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യിപ്പിച്ച പോലീസ് സംഘം അന്വേഷണത്തിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ ദിലീപിനെ ഏറ്റുവാങ്ങി. ദിലീപിനെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിയ പോലീസ് ചോദ്യം ചെയ്യാനായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ദിലീപ് എന്ന നടനെ ആരാധിക്കുകയും കീജി വിളിക്കുകയും ചെയ്ത ആളുകൾ തന്നെ ദിലീപിനെതിരെ ആക്രോശിക്കുന്നതും കാർക്കിച്ചു തുപ്പുന്നതും കല്ലെറിയുന്നതുമായുള്ള ഒരുപാട് രംഗങ്ങളാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. ഈ സംഭവം നടക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള വഴിയുടെ ഭാഗത്ത് അത്താണിയിൽ വെച്ചാണല്ലോ. അവിടെ നിന്നാണല്ലോ ആ അക്രമികൾ നടിയുടെ കാറിലേക്ക് കയറുന്നത്. ആ ഭാഗം മുതൽ ദിലീപ് തെളിവെടുപ്പിന്റെ ഭാഗമാവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലാണ് ദിലീപിനെ കൊണ്ടുപോയത്. ദിലീപിനെ എവിടെ കൊണ്ടുപോകുമ്പോഴും ആളുകൾ തടിച്ചുകൂടും. 1-2 ആയിരക്കണക്കിന് ആളുകളാ തടിച്ചുകൂടുന്നത്. സാധാരണ ഒരു നടനെ കാണാൻ ആളുകൾ തടിച്ചുകൂടും. ഇതല്ല, ഒരു നടിയെ, സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു നടനെ കാണാനും ആ നടനെതിരെ ആക്രോശിക്കാനുമുള്ള ആളുകളുടെ ഒരു വെപ്രാളമാണ് നമ്മൾ കാണുന്നത്. കിട്ടിയാൽ 2 പൊട്ടിക്കണം എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി ഉണ്ട്. ശരിക്കും ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ പ്രതിക്കൂട്ടിലാകുന്ന ശൈലിയിലുള്ള ഒരു ഇടപെടൽ കണ്ടു തുടങ്ങുന്നത് ഈ നിമിഷം മുതലാണ്. ദിലീപ് കുറ്റം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ദിലീപ് കുറ്റം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ ശൈലിയിൽ കമന്റുകൾ അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ കൊടുത്തപ്പോൾ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടുള്ള തെറികളാണ് തൊട്ട് താഴെ വരുന്നത്. ഒരു കൂട്ടായ ആക്രമണം. ഇഷ്ടം പോലെ പോസ്റ്റുകൾ ദിലീപിനെതിരായി ഉണ്ടാവും. ദിലീപിനെ അനുകൂലമായി ഒരു പോസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായാൽ ഉടൻ ഒരു കൂട്ടായ ആക്രമണം ഉണ്ടാവുകയാണ്. ഒരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യം പിണറായി വിജയൻ എപ്പോഴും പറയാറുണ്ട്. ആ ശൈലിയിലുള്ള ഒരു മാധ്യമ സിൻഡിക്കേറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നു തുടങ്ങി. ആ മാധ്യമങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഒരു കഥ ഇങ്ങനെയാണ്. അത് വന്നിരിക്കുന്നത് മലയാള മനോരമയിലാണ്. ആ വാർത്ത ഇതാണ്. ജൂലൈ 12 മനോരമ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് രസകരമായ ഒരു കാര്യമാണ്. ദിലീപിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു എന്നാണ് ആ വാർത്ത. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളപ്പണ റാക്കറ്റുമായി ദിലീപിന് ബന്ധമുണ്ടെന്നാണ് മനോരമയുടെ വാർത്ത. മനോരമയിൽ മാത്രമല്ല, എല്ലാ പത്രങ്ങളിലും ആ വാർത്ത ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. എന്റെ കൈവശം ഇപ്പോൾ ഇരിക്കുന്നത് മനോരമ പത്രമാണെന്ന് മാത്രം. ദിലീപിന് ഈ ദുബായിൽ ഒരു കടയുണ്ട്. ദേ പുട്ട് എന്ന് പറയുന്ന ദിലീപിന്റെ കൊച്ചിയിലെ കടയ്ക്ക് ഉള്ള ഒരു ബ്രാഞ്ചാണ് ദുബായിലുള്ളത്. ആ ബ്രാഞ്ച് ദിലീപ് അവിടെ ഇട്ടിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നാണ് പത്രത്തിന്റെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഈ ശൈലിയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇഷ്ടംപോലെ കഥകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ദിലീപും ഈ ആക്രമിക്കപ്പെട്ട നടിയും ഒന്നിച്ച് അഭിനയിച്ച സമയത്ത് രണ്ടുപേരും ചേർന്ന് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നും ആ സ്ഥലങ്ങളൊക്കെ ദിലീപ് വാങ്ങിയത് നടിയുടെ പേരിലാണെന്നും നടി പിന്നീട് ആ സ്ഥലങ്ങൾ ദിലീപിന്റെ പേരിലേക്ക് മാറ്റിക്കൊടുക്കാൻ വിസമ്മതിച്ചതിന്റെ ഫലമായിട്ട് നടിയെ ഭീഷണിപ്പെടുത്താനായി ഒരു സംഭവം ഒരുക്കാനായി ദിലീപ് ഉണ്ടാക്കിയതാണ് ഈ പീഡനമെന്നാണ് കഥയുടെ കഥ. ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഭാഗമാണ് ദിലീപ് എന്ന് പത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആവർത്തിച്ച് തുടങ്ങുമ്പോൾ അവര് അതിന് ചില വിഷ്വലുകളൊക്കെ കാണിക്കുകയും ചെയ്തു. ദിലീപ് വാങ്ങിയ ചാലക്കുടി ഭാഗത്തുള്ള ഒരു തിയേറ്ററാണ് അതിൽ പ്രധാന സംഭവം. ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയാണ്. പതുക്കെ കഥകളിൽ ദിലീപ് ഒരു വലിയ വില്ലനായി ഇങ്ങനെ രൂപം കൊള്ളുകയാണ്. ദിലീപ് യഥാർത്ഥത്തിൽ ഈ കഥ നടക്കുന്ന സമയത്ത് ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദിലീപ് ആ സമയത്ത് സിനിമയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല സംഭവങ്ങളുടെ തലപ്പത്തുണ്ട്. അമ്മ എന്ന സംഘടനയിലെ പ്രധാന വാക്ക് ദിലീപിൻ്റെതായി മാറിയിട്ട് അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ. ദിലീപ് സ്വന്തമായി സിനിമ നിർമ്മിക്കുമ്പോൾ പതുക്കെ ദിലീപ് ആ അസോസിയേഷന് തലപ്പത്ത് കയറിപ്പറ്റി. ദിലീപിന് സിനിമ വിതരണം ചെയ്യുന്ന കമ്പനിയുണ്ട്. അങ്ങനെ ദിലീപ് ആ വിതരണ അസോസിയേഷന്റെ അകത്ത് കയറി പതുക്കെ അതിന്റെ തലപ്പത്തെത്തി. അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത്, നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത്, അതുപോലെ വിതരണക്കാരുടെ സംഘടനയുടെ തലപ്പത്ത്. ഇതിനിടയിലാണ് സ്വന്തം തിയേറ്റർ ദിലീപ് തുടങ്ങിയിരിക്കുന്നത്. ആ തിയേറ്ററിന്റെ പശ്ചാത്തലത്തിൽ ദിലീപ് തിയേറ്റർ ഉടമക്കാരുടെ ആ അസോസിയേഷന്റെ ഭാഗമായി മാറുകയും പതുക്കെ അവരുടെ തലപ്പത്ത് കയറിപ്പറ്റുകയും ചെയ്തു. എവിടെ നോക്കിയാലും ദിലീപ്. ഈ സ്ഥലത്തേക്ക് നേരത്തെ വേറെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ദിലീപ് ആ രംഗത്തേക്ക് കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും പൊസിഷൻ നഷ്ടപ്പെട്ട ആളുകളാണ്.
അവരെല്ലാവരും കൂടി ദിലീപിന് പാര വയ്ക്കുന്നതാണെന്നുള്ള ശൈലിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും പല സ്ഥലത്തും പറഞ്ഞു തുടങ്ങി. ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വാഭാവികമായും സലീം കുമാർ പെടും. സലീം കുമാറും ദിലീപും നല്ല സുഹൃത്തുക്കളാണ്. സലീം കുമാർ ഒരു ഡയലോഗ് പറഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ദിലീപാണല്ലോ. ദിലീപിനെയും കൂടുതലുള്ള ആളുകളെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വേണമെങ്കിൽ വാദിയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാം. സത്യം അങ്ങനെ തെളിയുമല്ലോ. സലീം കുമാറിന്റെ ആ ഡയലോഗ് ഒരു പോസ്റ്റായിട്ട് ഫേസ്ബുക്കിൽ വന്നതും സലീം കുമാറിനെ ആളുകൾ കൊല വിളിച്ചില്ലെന്നേ ഉള്ളൂ. സലീം കുമാർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഓക്കെ, ദിലീപ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ വാദിയെ കൂടി നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് സലീം കുമാർ പറഞ്ഞിരിക്കുന്നത്. ആ യുവനടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കുഴപ്പമുണ്ട്. യുവനടി കള്ളം പറയണമെന്നല്ലേ സലീം കുമാർ സൂചിപ്പിക്കുന്നത്? ആ ശൈലിയിൽ സലീം കുമാറിനെതിരെ ആരോപണങ്ങളുടെ ഒരു പെരുമഴയുണ്ടായി. ഈ സമയത്താണ് അജു വർഗീസ് ഒരു പുലിവാല് പിടിച്ചത്. അജു വർഗീസ് ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസ്റ്റും കിട്ടും. നടിയുടെ പേരൊക്കെ വെച്ചിട്ടാണ് കിട്ടത്. ഇത്തരം കേസുകളിൽ നമ്മൾ വിക്ടിമിന്റെ പേര് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നൊരു നിയമം തന്നെ ഇന്ത്യയിലുണ്ട്. ആ നിയമം നിലവിലിരിക്കെ സഹപ്രവർത്തകയായ നടിയുടെ പേര് അങ്ങനെ പരസ്യപ്പെടുത്തിയതിന്റെ പേരിൽ അജു വർഗീസിനെതിരെ ഒരാള് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അജു വർഗീസ് മാപ്പൊക്കെ പറഞ്ഞ് ആ പോസ്റ്റൊക്കെ പിൻവലിച്ച് തടിത്തപ്പാൻ നോക്കിയെങ്കിലും കേസ് കോടതിയിൽ എത്തുക തന്നെ ചെയ്തു. ഇതേ ശൈലിയിൽ കേസിൽ പെട്ടുപോയ അനവധി ആളുകൾ ആ സമയത്തുണ്ട്. എന്നാൽ മനഃപൂർവ്വം കേസ് തലയിൽ ഏറ്റെടുത്തു വെച്ച ആളുകളുണ്ട്. അതിലൊരാളാണ് പി സി ജോർജ്. പി സി ജോർജ് ഈ ആക്രമിക്കപ്പെട്ട നടിയെ ശരിക്കും മോശമായി ചിത്രീകരിക്കുന്ന ശൈലിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അന്ന് അദ്ദേഹം പൂഞ്ഞാറിലെ MLA ആണ്. പൂഞ്ഞാറിലെ MLA പി സി ജോർജ് ശരിക്കും വേണ്ടി വന്നാൽ അശ്ലീലം പറയുന്ന ഒരു നേതാവ് കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പി സി ജോർജിന്റെ ജീവിതത്തിൽ പി സി ജോർജ് കേട്ടിട്ടില്ലാത്ത അശ്ലീലം പി സി ജോർജിന് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന അച്ചടിച്ചു വന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കാനുള്ള ഭാഗ്യം എന്തായാലും കിട്ടി. ആളുകൾ പി സി ജോർജിനെ കൊല വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പി സി ജോർജിനെതിരെ നടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ദിലീപിന്റെ അച്ഛന്റെ ഓർമ്മ ദിവസമെത്തി. ദിലീപ് ജയിലിൽ കിടക്കുകയാണ്. ദിലീപിന് ഏകദേശം 2 മണിക്കൂർ ജയിലിൽ നിന്ന് പുറത്തു വന്ന് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി കോടതി അനുവദിച്ചു കൊടുത്തു. ഒരു തരത്തിലുള്ള പരോളെന്ന് പറയാം. ദിലീപ് ആ ആലുവ മണൽപ്പുറത്ത് അച്ഛന്റെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്ന ആ സമയം ആ കർമ്മം എല്ലാ ചാനലുകളും ഒപ്പിയെടുക്കുകയും ടെലികാസ്റ്റ് ചെയ്തു. ദിലീപിനെതിരെ ശരിക്കും ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു സമൂഹം ആ വിഷ്വലുകൾ വന്നു തുടങ്ങിയതോടുകൂടി പതുക്കെ പുറകോട്ട് മാറി തുടങ്ങി. ശരിക്കും ദിലീപ് തന്നെയാണോ കൊട്ടേഷൻ കൊടുത്തെന്നുള്ളൊരു സംശയം പല മേഖലയിലും ആളുകൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ ഉന്നയിക്കുന്ന ആളുകൾ ഏതെങ്കിലും ശൈലിയിൽ പ്രതികരിച്ചാൽ ഉടൻ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്നുള്ള ചോദ്യവുമായി ഒരു ടീം എത്തും. അതിങ്ങനെ ഒരു പെയ്ഡ് വർക്ക് പോലെ നടക്കുകയാണ്. എന്തായാലും ദിലീപ് അനവധി തവണ ജാമ്യ അപേക്ഷയുമായി കോടതിയിൽ എത്തിയെങ്കിലും ജാമ്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് അമ്മയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നടിയുടെ സഹപ്രവർത്തകരും അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ ഒരു സംഘടന. റീമ കല്ലിങ്കലും പാർവതി തിരുവോത്തും അഞ്ജലി മേനോനും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെയാണ് ആ സംഘടനയുടെ ഭാഗമായിരിക്കുന്നത്. അവര് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് കണ്ട് കേസ് അന്വേഷണം ത്വരിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് മെയ് മാസത്തിലാണ്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ദിലീപ് ഈ കേസിലേക്ക് വരുന്നതും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും. WCC ഇടപെട്ടത് കൊണ്ടാണ് ദിലീപ് എന്ന ഒളിച്ചിരുന്ന വ്യക്തിയെ കണ്ടെത്തിയെന്നുള്ള ശൈലിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവുകയും WCC അതിശക്തമായി ദിലീപിനെതിരായുള്ള സ്റ്റാൻഡ് ബലപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് അമ്മയ്ക്കകത്ത് പൊട്ടിത്തെറികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി. ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുറത്താക്കാൻ തീരുമാനം എടുക്കുമ്പോൾ നിയമവിധേയമല്ലാത്ത രീതിയിലാണ് തീരുമാനം എടുത്തെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ അതൊരു സംഘടനയാണ്. പല ആളുകളും ഇനി അമ്മ എന്ന് ഞങ്ങൾ പറയില്ല, ഇനി ഞങ്ങൾ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നേ പറയുന്നൊക്കെ പറഞ്ഞ് ധാരാളം പോസ്റ്റുകൾ എഴുതി തുടങ്ങി. വട്ട് പല ശൈലിയിലും ഉണ്ടല്ലോ. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ആ ശൈലിയിൽ പ്രകടനം നടത്തുന്ന ആളുകളും ഉണ്ടായി. എന്തായാലും ആളുകളെ രസിപ്പിക്കുന്ന ശൈലിയിൽ കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓൺലൈൻ പോർട്ടൽ കൊടുത്തോടുകൂടി മനോരമയ്ക്കും മാതൃഭൂമിക്കും തൊട്ട് താഴെയായി ആ പോർട്ടലെത്തി. വൻ തോതിലാണ് അവർക്ക് ഓഡിയൻസ് ഉണ്ടായത്. സ്വാഭാവികമായി പരസ്യം ഉണ്ടാകും. അവരുടെ ആ ഓൺലൈൻ പോർട്ടലുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യക്തിപരമായി പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്ന അപ്പോഴാണ്. ഏത് സെർച്ച് വേർഡുകൾ സെർച്ച് ചെയ്താൽ അവരുടെ ആ പോർട്ടൽ എത്തുമെന്നൊക്കെ ഞാൻ തിരക്കുമ്പോൾ മഞ്ജു വാര്യർ ദിലീപ് അതൊരു കോമ്പിനേഷനാണ്. ദിലീപ് മഞ്ജു വാര്യർ വേറൊരു കോമ്പിനേഷനാണ്. ദിലീപ് കാവ്യമാധവൻ വേറൊരു കോമ്പിനേഷനാണ്. ദിലീപ്
ഈ ആക്രമിക്കപ്പെട്ട നടി അതൊരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനുള്ള വേർഡ്സ് വാർത്തകളിലുണ്ടെങ്കിൽ ആ വാർത്ത മലയാളികൾ എല്ലാവരും വായിക്കുമെന്ന ഒരു കണ്ടെത്തൽ ആ പോർട്ടൽ നടത്തിയതിൻ്റെ ഫലമായി സകല വാർത്തകളിലും ഈ കോമ്പിനേഷൻ കൊണ്ടുവരും. ഇഷ്ടംപോലെ ആളുകൾ അവിടേക്ക് തുഴഞ്ഞെത്തുകയാണ്. സ്വാഭാവികമായിട്ടും മലയാള മനോരമ അവരുടെ സ്റ്റാൻഡ് ഒന്ന് മാറ്റി പിടിച്ചു. അവർക്കറിയാം ഇനി അടുത്തത് മാതൃഭൂമി, അത് കഴിഞ്ഞാൽ അവര്. അതിനു മുമ്പ് അവർക്ക് മുന്നേ കയറണമല്ലോ. അവര് കഥ മാറ്റി പിടിച്ചതോടുകൂടി അകത്ത് അവർ ഒളിപ്പിച്ചിരുന്ന വാർത്തകൾ ദിലീപുമായി കണക്ട് ചെയ്തുകൊണ്ട് മുൻ പേജിലേക്ക് വന്നു തുടങ്ങി. അവര് എന്തുകൊണ്ട് അകത്തേക്ക് പോയെന്ന് ചോദിച്ചാൽ, നേരത്തെ അവർക്ക് ഈ ചാരക്കേസിൽ ഒരു അബദ്ധം പറ്റിയിരുന്നു. അന്നും ഈ ദേശാഭിമാനിയും കൗമുദിയൊക്കെയാണ് വൻ വെണ്ടയ്ക്ക് നിരത്തി ചാരക്കേസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. ആദ്യമൊന്നും മനോരമ അതിൽ പെടാതിരുന്നതാണ്. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോഴാണ് മനോരമ ഇടപെടുകയും പിന്നീട് മുൻ പേജ് വാർത്തകളുമായി അവർ ആ ഓട്ടത്തിന്റെ ഭാഗമായതും പിന്നീട് മുൻപന്തിയിലെത്തിയതും. അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെയും വാർത്തകളുടെ ഒരു രീതി. ഓട്ടത്തിന് മനോരമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുന്നിലെത്താൻ മനോരമയ്ക്ക് അധികം സമയമൊന്നും വേണ്ട, വലിയ മിശ്രിതയാണ്. അവര് ദിലീപിനെതിരായുള്ള വാർത്തകളുടെ ഒരു ശൃംഖല തന്നെ പിന്നീട് അവരുടെ പ്രധാന പേജുകളിൽ കൊടുത്തു തുടങ്ങി. ദിലീപിനെതിരായിട്ടുള്ള വാർത്തകൾ അങ്ങനെ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് കഥകൾ ഉണ്ടാവുകയാണ്. ആ കഥകളിൽ ഒന്ന് കാവ്യ മാധവനുമായി കണക്ട് ചെയ്താണ്. കാവ്യ മാധവന്റെ ഒരു തുണിക്കട കൊച്ചിയിലുണ്ട്. ആ തുണിക്കടയിൽ ഈ നടിയെ ആക്രമിച്ച് ആ പീഡന ദൃശ്യം ഷൂട്ട് ചെയ്ത വ്യക്തികൾ ആ കാർഡ് കൊണ്ടുകൊടുത്തു എന്നുള്ള കഥയൊക്കെയാണ് വന്നത്. എന്നാൽ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഓൺലൈൻ പോർട്ടല് ഒരുപാട് നല്ല രസകരമായ കഥകളൊക്കെ എഴുതി. ഈ കേസുകളുടെയൊക്കെ പിന്നിൽ ഒരു മാഡം ഉണ്ട്. ആ മാഡം കാവ്യ മാധവനാണെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണ് കഥ എഴുത്ത്. പക്ഷെ കാവ്യാണെന്ന് തെളിച്ചു പറയത്തില്ല. കഥകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകണം. ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ശൈലിയുള്ള കഥകളുടെ ഒരു സമാഹാരം തന്നെ വിവിധ ഓൺലൈൻ പോർട്ടലുകളിലും പ്രധാന പത്രങ്ങളിൽ വരെ വന്നു തുടങ്ങി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ദിലീപിന് ദുബായിൽ കള്ളപ്പണ റാക്കറ്റ് ഉണ്ടെന്ന് മനോരമ പത്രത്തിൽ വന്ന അതേ വാർത്തയുടെ ശൈലിയിൽ എല്ലാ പത്രങ്ങളും വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദിലീപ് അഭിനയിച്ച ഒരു സിനിമ റിലീസ് ചെയ്യാനായി അതിന്റെ സംഘാടകർ തീരുമാനിക്കുന്നത്. ആ സിനിമയുടെ പേര് രാമലീല എന്നാണ്. ദിലീപ് അഭിനയിച്ച സിനിമയാണെങ്കിൽ കാണാൻ പാടില്ല എന്ന് പെട്ടെന്ന് ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ധാരാളം ലേഖനങ്ങൾ വന്നു തുടങ്ങി. ദിലീപിന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്തവനാണ്. അവന്റെ സിനിമ കാണുന്നത് നമ്മുടെ അമ്മയും പെങ്ങളെയൊക്കെ ചതിക്കുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും ദിലീപിന്റെ സിനിമ കാണരുത്, ബോയ്ക്കോട്ട് ദിലീപ്, അങ്ങനെയുള്ള ഹാഷ്ടാഗ് വെച്ചുള്ള ഒരു വൻ ക്യാമ്പയിൻ തന്നെ പല മേഖലയിൽ നിന്നും ഉണ്ടായി. WCC മെമ്പേഴ്സ് ഒക്കെ ദിലീപിനെതിരാണല്ലോ. അവരുടെ ആളുകളുടെ ഒരു കൂട്ടായ പ്രയത്നവും ഈ ക്യാമ്പയിന്റെ പിന്നിൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് മേഖലകളിൽ ദിലീപിനെതിരായ ക്യാമ്പയിൻ നടക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അരുൺ ഗോപി എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ ജനങ്ങളോട് പറഞ്ഞു. ഒരു സിനിമ ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ ആളുകളുടെ ഉപജീവന മാർഗം, ഒരുപാട് പേരുടെ വിയർപ്പ്, ഒരുപാട് പണം, ഇതൊക്കെയാണ് ഒരു സിനിമയുടെ പിന്നിലുള്ളത്. അതൊക്കെ ഈ ക്യാമ്പയിൻ വഴി നഷ്ടമാകും. ദയവായി അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തരുതെന്നുള്ള അരുൺ ഗോപിയുടെ ഒരു പ്രസ്താവന പല പത്രങ്ങളിലും വാർത്തയായി വന്നിരുന്നു. അരുൺ ഗോപിയുടെ ആ പ്രസ്താവന പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചതോടുകൂടി ചില ആളുകളെങ്കിലും ആ സിനിമ കാണുന്നതും ദിലീപുമായി കണക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ എഴുതി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള നെഗറ്റീവ് കമന്റുകളുടെ ഒരു വൻ ശൃംഖല തന്നെ പ്രത്യക്ഷപ്പെട്ടത് വേറൊരു കാര്യം. എന്തായാലും സെപ്റ്റംബർ 13 സിനിമ റിലീസ് ചെയ്യാൻ അരുൺ ഗോപി തീരുമാനിച്ചു. സിനിമ റിലീസ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിക്കാറായപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ദിലീപിനെതിരായിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടി ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് അവസാനം സെപ്റ്റംബർ 28 ആ സിനിമ റിലീസ് ചെയ്തു. സിനിമ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ മാത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദിലീപിനെ പണ്ട് ഒരു വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കേസൊക്കെ ഉണ്ടാവുന്നത്. ആ ആളുകൾ ആദ്യത്തെ ദിവസം തിയേറ്ററിലേക്ക് പോകാൻ മടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിയേറ്ററിൽ പോയ ആളുകൾ രണ്ട് തരത്തിലാണ്. കുറെ ആളുകൾ ദിലീപിനെ എതിരെ കൂവാൻ വേണ്ടി കയറിയതാണ്. കുറച്ച് ആളുകൾ ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. കുറച്ച് ആളുകൾ ന്യൂട്രലായിട്ടുമുണ്ട്. ഈ ആളുകളുടെ പ്രതികരണങ്ങൾ പതുക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും ഓൺലൈൻ വീഡിയോ റിവ്യൂ ആയി യൂട്യൂബിലൊക്കെ വന്നു തുടങ്ങി. ആ റിവ്യൂവിൽ ആളുകൾ അസന്നിഗ്ധമായി സൂചിപ്പിച്ച ഒരു കാര്യം, കാണേണ്ട ചിത്രമാണ് രാമലീല എന്നാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമയാണെന്ന് പറയുന്ന ആളുകൾ കൂടി വന്നതോടുകൂടി തിയേറ്ററുകളിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടായി.
ശരിക്കും ജയിലിലേക്ക് പലപ്പോഴും പല നടന്മാരും ഒക്കെ പെട്ടുപോകാറുണ്ട്. പക്ഷേ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരു നടന്റെ ചിത്രം ഈ ശൈലിയിൽ ജനം സ്വീകരിച്ചത് ലോകത്ത് തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടാകും. എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളുടെ ഒരു വൻ ശൃംഖല തന്നെ ഉണ്ടായെന്ന് പറയാം. രാമലീല ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായി മാറി. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. ദിലീപ് അഭിനയിക്കുന്ന കഥാപാത്രം ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഒരാളോട് പറയുന്നതാണ് ആ ഡയലോഗ് എന്ന് പറയുന്നത്. ഞാൻ കുറ്റവാളിയാകണമെന്ന് നേരത്തെ തീരുമാനിച്ചു ഉറപ്പിച്ചു പോലെ ഉണ്ടല്ലോ. ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിലെ കഥാപാത്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നതുമായി ബന്ധിപ്പിച്ചാണ് ആ ഡയലോഗ്. ദിലീപിന്റെ ജീവിതവുമായി ആ ഡയലോഗിന് കണക്ഷൻ ഉണ്ടെന്നുള്ള ശൈലിയിൽ ആളുകൾ കമന്റുകളും പോസ്റ്റുകളും ഇടുമ്പോൾ ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ചിൽ വീണ്ടും ദിലീപിന്റെ ജാമ്യ അപേക്ഷ എത്തുകയാണ്. അന്ന് ഒക്ടോബർ 3 ദിലീപ് അകത്തായിട്ട് 85 ദിവസമായി. ഇനി ഏതാനും ദിവസങ്ങളുടെ കഴിഞ്ഞാൽ പോലീസ് ആ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കും. 90 ദിവസത്തിനകം ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ ദിലീപിന് പിന്നീട് പുറത്തു വരാൻ ലേശം ബുദ്ധിമുട്ടാവും. ജാമ്യം സാധാരണ രീതിയിൽ പിന്നീട് ലഭിക്കത്തില്ല. 90 ദിവസം കഴിഞ്ഞിട്ടും ഈ കേസ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടുകയും ചെയ്യും. അത് മറ്റൊരു കാര്യം. എന്തായാലും 85ാമത്തെ ദിവസം ഒക്ടോബർ 3 ആ കേസ് പരിഗണിച്ച സുനിൽ തോമസ് ദിലീപിന് ജാമ്യം അനുവദിക്കുക തന്നെ ചെയ്തു. എന്തായാലും ദിലീപിന് ജാമ്യം കിട്ടിയ വാർത്ത ഒരു സെൻസേഷണൽ വാർത്തയായി മാറി. ആ ഘട്ടം മുതൽ പ്രോസിക്യൂഷൻ അവരുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ദിലീപിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടു. ദിലീപ് കള്ളപ്പണ റാക്കറ്റിന്റെ ഭാഗമാണ്, ദിലീപ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഭാഗമാണ്, ദിലീപ് അതാണ് ഇതാണ്, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ എല്ലാ ദിവസവും ഈ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ പത്രങ്ങളും ചാനലുകളും ഒക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധാരാളം കഥകൾ ദിലീപുമായി ബന്ധിപ്പിച്ച് ഫേസ്ബുക്കിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പോലീസ് ആ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. 650 പേജുകളുള്ള ഒരു കേസ് ഫയലാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ കേസ് ഫയൽ അനുസരിച്ച് ദിലീപ് 8ാം പ്രതിയാണ്. 1ാം പ്രതി പൾസർ സുനിയാണ്. 2ാം പ്രതി നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണിയാണ്. 3ാം പ്രതി ഒരു മണികണ്ഠനാണ്. 4ാം പ്രതി വിജേഷ്. 5ാം പ്രതി സലീം. 6ാം പ്രതി പ്രദീപ്. 7ാം പ്രതി ഒരു ചാർലി. നടിയുടെ ഓപ്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് മണികണ്ഠനാണ്. ആ കാര്യം കോടതി രേഖകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ കേസ് കോടതിയിലേക്ക് വന്നപ്പോൾ നടി ഒരു ആവശ്യം ഉന്നയിച്ചു. ഒരു വനിതാ ജഡ്ജി ആ കേസിന്റെ വിചാരണയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് നടി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്, അതുപോലെ ഹൈക്കോടതിയോടും. നടി ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു വനിതാ ജഡ്ജിയെ തന്നെ കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. CBI കോർട്ടിന്റെ കൂടി ചുമതല വഹിക്കുന്ന ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഈ കേസിന്റെ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു ജഡ്ജിയെ മാറ്റിയതിനു ശേഷമാണ് ഹണി എം വർഗീസ് വരുന്നത്. ഹണി എം വർഗീസിന്റെ ആ കോടതിയിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധിപ്പിച്ചുള്ള വിചാരണ നടക്കാനായി തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ വരികയാണ്. ഈ കേസിൽ നിന്ന് തന്നെ വിടുതൽ ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് പല കോടതികളിലും കേസ് ഫയൽ ചെയ്തു തുടങ്ങി. വിചാരണ കോടതി വിസമ്മതിക്കുമ്പോൾ ഹൈക്കോടതിയിലേക്കും, ഹൈക്കോടതി വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്കുമുള്ള ദിലീപിന്റെ ആ യാത്ര നടക്കുമ്പോൾ സമാന്തരമായി മറ്റ് പ്രതികളൊക്കെ ജാമ്യ അപേക്ഷ സമർപ്പിക്കുകയാണ്. പലർക്കും പല ഘട്ടങ്ങളിലായിട്ട് ജാമ്യം കോടതി അനുവദിക്കുന്നുമുണ്ട്. കേസന്വേഷണം അവസാനിച്ചു, കോടതിയിൽ എല്ലാ രേഖകളും എത്തിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ആ പ്രതികളെ ജയിലിൽ സൂക്ഷിക്കുന്നത് ഒരു നല്ല നടപടിയല്ല എന്ന് കോടതിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ കുറ്റവാളികൾക്കൊക്കെ ജാമ്യം അനുവദിക്കുന്നത്. അപ്പോഴും ജാമ്യം ലഭിക്കാത്തൊരു കക്ഷിയുണ്ട്, അത് പൾസർ സുനിയാണ്. പൾസർ സുനിയാണല്ലോ ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. പൾസർ സുനിയെ ഒഴിച്ചുള്ള ആളുകൾക്കൊക്കെ ജാമ്യം ലഭിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും കോവിഡ് ശരിക്കും ശക്തമായി നിൽക്കുമ്പോൾ തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. വിചാരണ നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേസിലെ കുറ്റപത്രം പ്രതികളെ വായിച്ച് കേൾപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അത് നടന്നത് 2020 ജനുവരി 6-നാണ്. ആകെ 10 പേരാണ് പ്രതികൾ. ആ ഓരോ പ്രതികൾക്കുമെതിരെ പ്രോസിക്യൂഷൻ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ അവരെ വായിച്ച് കേൾപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 30-ന് വിചാരണ നടപടികൾ ആരംഭിച്ചു. പ്രോസിക്യൂഷൻ അവരുടെ വാദം കോടതിയിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ വേണ്ടി 80 സാക്ഷികളെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 49 തെളിവുകളുണ്ട്, 87 മെറ്റീരിയൽ തെളിവുകളുമുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടപടി ആരംഭിക്കുന്നത്. ഈ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ചില കാര്യങ്ങളാണ്. ദിലീപിന് പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ
കോടതിയിൽ ദിലീപിനെതിരെയുള്ള കേസ് നിലനിൽക്കത്തുള്ളൂ. ദിലീപ് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് പ്ലേസിൽ പൾസർ സുനിയും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫോട്ടോഗ്രാഫും അവർക്കുണ്ട്. ദിലീപ് നിൽക്കുന്ന ഫ്രെയിമിൽ വളരെ പുറകിലായി പൾസർ സുനി നിൽക്കുന്ന രംഗമാണ് ഫോട്ടോയിലുള്ളത്. പൾസർ സുനി സിനിമയിലെ ഡ്രൈവറാണ്. സ്വാഭാവികമായിട്ട് പല സിനിമകളിലും പൾസർ സുനി എത്തും. ആ സിനിമകളിൽ ദിലീപ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പൾസർ സുനിയും ദിലീപും ഒന്നിച്ച് കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് അതിന് മറുപടിയായി ദിലീപിന്റെ ആളുകളൊക്കെ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ പ്രധാനപ്പെട്ട ഒരു കാര്യം തെളിയിക്കാനുള്ളത് പൾസർ സുനിക്ക് ദിലീപ് പണം കൊടുത്തു എന്നുള്ള കാര്യമാണ്. പൾസർ സുനിക്ക് ദിലീപ് ഒരു 10,000 രൂപ കൊടുത്തുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പണമൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ ചാർജ് ഷീറ്റ് ജനുവരി 6 കോടതി വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് ശരിക്കും പത്രലേഖകർ പലരും ഞെട്ടുന്നത്. ദിലീപിന് വിദേശത്ത് ഹവാല പണമിടപാട് ഉണ്ട് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ദിലീപിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. നടിയുമായി ചേർന്ന് ഒരുപാട് സ്ഥലങ്ങൾ ദിലീപ് വാങ്ങിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയേറെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളൊക്കെയും ഈ ചാർജ് ഷീറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമയാസമയങ്ങളിൽ ദിലീപിന്റെ ഇമേജ് മോശമാക്കാനായി പത്രങ്ങളോട് പങ്കുവെച്ചതാണോ അതോ ഇനി പത്രങ്ങൾ സ്വന്തമായി സൃഷ്ടിച്ച് ചേർത്താണോ എന്നത് മാത്രമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തായാലും ആരോപിക്കപ്പെട്ട ഒരു കാര്യങ്ങളും തന്നെ ചാർജ് ഷീറ്റിലില്ല. നടിയും ദിലീപും ചേർന്ന് സ്ഥലം വാങ്ങിയതിന്റെ ഒരു രേഖയും ഒരു വില്ലേജിൽ നിന്നും കിട്ടിയതുമില്ല. സകല ആരോപണങ്ങളും വ്യാജമാണ് എന്ന ശൈലിയിൽ അത് റിപ്പോർട്ട് ചെയ്തതോടുകൂടി സ്വാഭാവികമായും കേസ് കുഴപ്പത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയം ദിലീപിനെ എതിർക്കുന്ന ആളുകൾക്കുണ്ടായി. കേസിന്റെ വിചാരണ തുടങ്ങുന്ന സമയത്ത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേശ്ശെ പത്രങ്ങളിൽ ലീക്കായി വന്നിട്ടുണ്ട്. കേസിന്റെ വിചാരണ നടക്കുന്നത് ഇൻ ക്യാമറയിൽ ആയതുകൊണ്ട് തന്നെ കുറ്റപത്രം വായിച്ച് കേട്ടതിന്റെ വിവരങ്ങൾ ആളുകൾ പങ്കുവച്ചത് മാത്രമാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ഇടയായ കാരണത്തെക്കുറിച്ച് പോലീസ് പറയുന്ന ഭാഷ്യം മറ്റു രണ്ടമാണ്. മഞ്ജു വാര്യർ എന്ന നടി മലയാള സിനിമയിൽ ശരിക്കും തിളങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ദിലീപുമായി ഇഷ്ടത്തിലാകുന്നതും ആ ഇഷ്ടം അവസാനം കല്യാണത്തിൽ എത്തിച്ചേരുന്നതും. വിവാഹശേഷം സിനിമയിൽ തുടർന്ന് അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ച മഞ്ജു വാര്യർ ആ അഭിനയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ദിലീപിന്റെ സിനിമകൾ പതുക്കെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. ദിലീപ് പെട്ടെന്നാണ് കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരു നടനായി മാറിയത്. ദിലീപിന്റെ വളർച്ച ശരിക്കും അതിവേഗതയില സംഭവിച്ചത്. ആ സമയത്ത് മഞ്ജു വാര്യർ വാർത്തകളിൽ നിന്ന് പൂർണ്ണമായും അങ്ങ് അപ്രത്യക്ഷമായി. മഞ്ജു വാര്യർ പിന്മാറിയപ്പോൾ ദിലീപിന് സിനിമയിൽ പല ഭാഗ്യജോഡികളും ഉണ്ടായി. ദിലീപിന്റെ ഭാഗ്യജോഡിയാകാൻ ആളെ സെലക്ട് ചെയ്യുന്ന ജോലി പലപ്പോഴും മഞ്ജു വാര്യറാണ് ചെയ്യുന്നതെന്നുകൂടി വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. നവ്യ നായരെ ദിലീപിനെതിരെ കാസ്റ്റ് ചെയ്യാൻ മഞ്ജു വാര്യറാണ് ആ സെലക്ഷൻ നടത്തിയെന്നും ഒരു ഓൺലൈൻ പോർട്ടലിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. അതേപോലെ ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെ ജോഡിയായതും ആ ഒരു ശൈലിയിലാണെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ജോഡിയായി വരുന്ന ആള് ആരാണെന്ന് തീരുമാനിക്കുന്ന കൂട്ടത്തിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു എന്നാണ് കഥ. പക്ഷെ ആ കഥ എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. എന്നാൽ ദിലീപിന്റെ ജോഡിയിൽ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നവ്യ നായർക്കും അതുപോലെ ഈ ആക്രമിക്കപ്പെട്ട നടിക്കും പുറമെ വേറെയും നടികൾ ദിലീപുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയെങ്കിലും കാവ്യ മാധവനും ദിലീപുമാണ് ശരിക്കും ഒരു ഹിറ്റ് ജോഡിയായി മാറിയത്. സിനിമയിൽ അവർ തമ്മിൽ ഒന്നിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു കെമിസ്ട്രിയാണ്. ആ കെമിസ്ട്രി ആളുകൾക്ക് ഇഷ്ടമായത് കൊണ്ടാകാം സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. മീശ മാധവൻ പോലുള്ള സിനിമകൾ അതിന് നല്ലൊരു ഉദാഹരണമാണ്. ഒരുപാട് സിനിമകളിലാണ് ദിലീപും കാവ്യയും ജോഡികളായി അഭിനയിച്ചത്. അവർക്ക് സിനിമയിൽ അത്ര മനോഹരമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ കഴിയുന്നത് അവർ തമ്മിൽ സിനിമയ്ക്ക് പുറത്തും ഒരു അടുപ്പമുള്ളത് കൊണ്ടാണ് എന്ന ശൈലിയിൽ ചില ഗോസിപ്പുകളൊക്കെ പലപ്പോഴും പല മാഗസിനുകളിലും വരുമായിരുന്നു. ആ ഗോസിപ്പുകളിൽ കഴമ്പുണ്ടെന്ന് ദിലീപിന്റെ ഭാര്യയായ മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞുവെന്നും അതിന്റെ പേരിൽ ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞെന്നും ആ ഉലച്ചിലിന് കാരണക്കാരിയായ നടിയോട് ദിലീപിനൊരു വൈരാഗ്യം ഉണ്ടായി. ആ വൈരാഗ്യമാണ് ഒരു കൊട്ടേഷൻ കൊടുത്ത് ഈ ശൈലിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചെന്നുമാണ് പ്രോസിക്യൂഷന്റെ കഥയിൽ പറയുന്ന കാര്യം. ദിലീപും കാവ്യയും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് അവതരിപ്പിക്കാറുണ്ട്. ഈ നടന്മാര് ധാരാളം ടൂറുകൾ പോകും. ദുബായിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെ ടൂർ പോകുന്ന സംഘത്തിന്റെ ഭാഗമായി ദിലീപും കാവ്യയും ഉണ്ടെങ്കിൽ അവർ മിക്കപ്പോഴും ഒന്നിച്ചാകും ഉണ്ടാകുക എന്ന ശൈലിയിൽ ആരൊക്കെയോ കഥകൾ മഞ്ജു വാര്യരെ അറിയിച്ചെന്നും
ആ കഥകൾ കൂടുതലും പറഞ്ഞു കൊടുത്തത് ഈ ആക്രമിക്കപ്പെട്ട നടിയാണെന്നാണ് അഭ്യൂഹങ്ങൾ പരത്തുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു വൈരാഗ്യം ദിലീപിന്റെ മനസ്സിൽ ഉണ്ടാക്കിയപ്പോൾ ദിലീപ് പൾസർ സുനിയെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. ആ ശൈലിയിലുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെ സാധൂകരിക്കുന്ന ശൈലിയിലുള്ള തെളിവുകളുടെ ഒരു ശൃംഖലയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നത്. പക്ഷെ ആ തെളിവുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടുകൂടി പ്രോസിക്യൂഷനും ജഡ്ജിയും ഉരസുന്ന ഒരു ഘട്ടമെത്തി. പ്രോസിക്യൂട്ടർ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. ഈ ജഡ്ജിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ജഡ്ജിയെ മാറ്റണം അല്ലെങ്കിൽ ഞാൻ മാറും എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗമായ വാദി ജഡ്ജിയെ മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഹൈക്കോടതിയിൽ ആ കേസ് എത്തിയപ്പോൾ സർക്കാരും വാദിക്ക് അനുകൂലമായി ആ കേസിൽ കക്ഷി ചേർന്നു. സർക്കാരും വാദിയും ചേർന്ന് ജഡ്ജിയെ മാറ്റാനായി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി ആ വാദം അംഗീകരിച്ചില്ല. ഒരു വനിതാ ജഡ്ജിയെ വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വനിതാ ജഡ്ജിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് വെച്ചത്. ഈ കേസ് ഇൻ ക്യാമറയായിട്ട് രഹസ്യമായി വിചാരണ ചെയ്യണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ ശൈലിയിൽ വിചാരണ നടപടികൾ നടത്തിയത്. ഇപ്പൊ വീണ്ടും അതിജീവിത ആവശ്യപ്പെടുന്നത് ജഡ്ജിയെ മാറ്റണമെന്നാണ്. അതെന്തായാലും പറ്റില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞതും വാദിയായ അതിജീവിതയും സർക്കാരും ഒരുമിച്ച് അപ്പീൽ ഹർജി ഫയൽ ചെയ്തു. വാദം കേട്ട സുപ്രീം കോടതി അതിജീവിതയ്ക്കും സർക്കാരിനും എതിരായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്. ഒരു കാരണവശാലും ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിയെ മാറ്റാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേരളത്തിൽ അതിനു മുമ്പ് ഒരു ജഡ്ജിയെ മാറ്റാൻ വേണ്ടി ഈ ശൈലിയിൽ സുപ്രീം കോടതി വരെ പോരാടിയ കേസുകൾ വളരെ അപൂർവമാണ്. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സംഭവത്തിന് ശേഷം പുതിയ പ്രോസിക്യൂട്ടർ ചാർജ് ഏറ്റെടുത്തു. ഹണി എം വർഗീസിന്റെ കോടതിയിൽ തന്നെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. എത്രയും വേഗം വിചാരണ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് സുപ്രീം കോടതി ഹണി എം വർഗീസിന് നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. ഹൈക്കോടതിയോട് വിചാരണ മോണിറ്റർ ചെയ്ത് വേഗം തീർക്കാനുള്ള നടപടി എടുക്കണമെന്നും കൂടി സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ അതിവേഗം നടക്കുകയാണ്. ആ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഭാമയും സിദ്ദിഖും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും പ്രോസിക്യൂഷന്റെ സാക്ഷികളായി എത്തിയതിനു ശേഷം ദിലീപിന് അനുകൂലമായി മൊഴി പറയുന്നത്. പ്രോസിക്യൂഷൻ സാക്ഷികളായി എത്തുകയും അവസാനം ഡിഫൻസിന് അനുകൂലമായി മൊഴി നൽകുകയും ചെയ്യുമ്പോൾ ആ സാക്ഷികൾ കൂറുമാറിയതായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന പദ്ധതി ഇവിടെ ഉണ്ടായി. പ്രോസിക്യൂഷൻ വിചാരിച്ചതുപോലെ ദിലീപിനെതിരായിട്ട് ഒരു മൊഴി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ള നടീനടന്മാർ കോടതിയിലെത്തുകയും മൊഴികൾ നൽകുകയും ചെയ്തു. അവര് ദിലീപിന് അനുകൂലമായിട്ടാണോ മൊഴി നൽകിയത് അതോ പ്രതികൂലമായിട്ടാണോ മൊഴി നൽകിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ആ മൊഴിയിൽ രഹസ്യമായിട്ടാണല്ലോ നൽകിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയോ പത്രങ്ങളിൽ ഈ വാർത്തകൾ ലീക്ക് ആവാറുണ്ട്. അകത്തുണ്ടായിരുന്ന ആരോ പുറത്ത് പറയുന്നതുകൊണ്ടാണല്ലോ ഈ വാർത്തകൾ നമ്മൾ അറിയുന്നത്. ദിലീപിനെതിരായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ മൊഴി കൊടുത്തെന്നുള്ള ഒരു വാർത്തയ്ക്ക് ആ കാലഘട്ടത്തിൽ പത്രത്തിൽ വന്നിരുന്നു. വിചാരണ ഇനി അതിന്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി 8ാം പ്രതിയായ ദിലീപിനും ബാക്കി പ്രതികൾക്കൊക്കെ അവരുടെ ഭാഗം സമർത്ഥിക്കാനുള്ള ഒരു വെന്യൂ കിട്ടും. ആ ഭാഗം എത്തുമ്പോഴാണ് പ്രോസിക്യൂഷൻ പറഞ്ഞ കഥ അവരുടെ വാദങ്ങൾ നിരത്തി പൊളിച്ചെടുക്കാൻ ശ്രമിക്കുക. അതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എല്ലാ തെളിവുകളുടെയും കോപ്പികൾ സ്വാഭാവികമായിട്ടും പ്രതികൾക്കും വേണം. കൊടുക്കാൻ പ്രോസിക്യൂഷൻ നിർബന്ധിതരുമാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് പീഡിപ്പിക്കപ്പെട്ട നടിയുടെ വിഷ്വലാണ് യഥാർത്ഥ തെളിവെന്നുള്ളതാണ്. ആ വിഷ്വൽ പ്രതികൾക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ അവരത് മിസ്യൂസ് ചെയ്യുമെന്നുള്ള ഒരു ഭയം അതിജീവിതയ്ക്കുണ്ട്. അതിജീവിത ആ കാര്യം കോടതിയിൽ ഉന്നയിച്ചെങ്കിലും വിചാരണയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജഡ്ജി പക്ഷെ അത് അങ്ങനെയല്ല എടുത്തത്. പ്രതികൾ ആയ ആളുകൾക്ക് അവർ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ആ തെളിവ് കാണാൻ അർഹതയുണ്ട്. ആ തെളിവിനെതിരായി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ അവർക്ക് ആ തെളിവ് കണ്ടേ പറ്റൂ. അത് ഇന്ത്യയിലെ എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് പ്രശ്നമാകുന്നത്. ആ വിഷയം വിചാരണ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ദിലീപിന്റെ ആവശ്യം സശ്രദ്ധം കേട്ടു. തനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന തെളിവ് അത് എന്ത് തന്നെയാണെങ്കിലും അതിന്റെ കോപ്പി തനിക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് ദിലീപിന്റെ വാദം. ഹൈക്കോടതി പക്ഷേ വാദിയുടെ വാദവും കേട്ടു. വാദിയുടെ വാദം ശരിക്കും മാനുഷികമാണ്. അവരൊരു സ്ത്രീയാണ്. അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളാണ് ശരിക്കും കോടതിയിൽ കേസിന് വിധേയമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അത് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് കൊടുത്താൽ അത് അയാൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും. ആ ശൈലിയിലാണ് അതിജീവിതയുടെ വക്കീല് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഹൈക്കോടതി ആ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ദിലീപിന്റെയും കൂട്ടാളികളുടെയും വാദത്തെ തള്ളി ഒരു ഉത്തരവിറക്കി. ഒരു കാരണവശാലും ഈ മെമ്മറി കാർഡിന്റെ കോപ്പി ദിലീപിനെ കൂട്ടർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധി. സ്വാഭാവികമായിട്ടും അപ്പീലുമായി ദിലീപും ബാക്കി പ്രതികളും സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ഈ വാദം സശ്രദ്ധം കേട്ടു. ആ വാദം കേൾക്കുമ്പോൾ സുപ്രീം കോടതി പല കാര്യങ്ങളും പരിഗണിച്ചു. ഇവിടെ ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ ക്രൈം റെക്കോർഡ് ചെയ്തത് ഒരു മൊബൈൽ ഫോണിലാണ്. ആ മൊബൈൽ ഫോണാണ് യഥാർത്ഥത്തിൽ
പ്രധാന തെളിവെന്ന് പറയുന്നത്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പറ്റിയിട്ടേയില്ല. ആ മൊബൈൽ ഫോണിനകത്തുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയതിനു ശേഷം ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കാർഡിലേക്ക് കോപ്പി ചെയ്ത് ആ കോപ്പിയാണ് വക്കീല് അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. ആ കാർഡാണ് ഇപ്പൊ പ്രധാന തെളിവായി മാറിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആ മൊബൈലിൽ നിന്ന് വിഷ്വൽ പകർത്തിയ കമ്പ്യൂട്ടർ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനത്താണ് ആ മെമ്മറി കാർഡ് വരുന്നത്. മൊബൈലിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക്, കമ്പ്യൂട്ടറിൽ നിന്ന് കാർഡിലേക്കും ആകെ 2 തവണ പകർപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇരിക്കുന്ന ആ കാർഡ് യഥാർത്ഥത്തിൽ ഒരു പകർപ്പാണ്, ഒറിജിനലേ അല്ല. ആ പകർപ്പിന്റെ കോപ്പിയാണ് ദിലീപ് ഇപ്പോൾ ചോദിക്കുന്നത്, കൂടെ മറ്റുള്ള പ്രതികളൊക്കെ. ഇന്ത്യയിലെ എവിഡൻസ് ആക്ട് അനുസരിച്ച് പ്രതിക്ക് ആ വിഷ്വൽ കാണാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അതിനെ തടയാൻ ഇന്ത്യയിൽ ഒരു നിയമവും ഇല്ല. പക്ഷെ അതേ സമയത്ത് വാദിക്കുന്ന ഭാഗത്ത് ഒരു ന്യായമുണ്ട്. അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആ 2 കാര്യങ്ങളും മുഖവിലക്കെടുത്ത സുപ്രീം കോടതി അത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചത്. 8ാം പ്രതിയായ ദിലീപ് ആവശ്യപ്പെട്ടതുപോലെ ആ വിഷ്വൽ കാണാൻ ദിലീപിന് ഒരു അവസരം കൊടുക്കും. ദിലീപ് നിശ്ചയിക്കുന്ന ദിലീപിന്റെ പ്രോസിക്യൂഷൻ ടീമിനോ ആ വിഷ്വൽ കാണാം. ആ വിഷ്വലിനെയാണ് അവർക്ക് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് ആ വിഷ്വൽ നന്നായി കണ്ടാലേ പറ്റത്തുള്ളൂ. ആ വിഷ്വൽ സൂക്ഷിച്ചിരിക്കുന്ന കോടതിയുടെ അനുവാദത്തോടുകൂടി ആ വിഷ്വൽ പ്രതികൾക്ക് കാണാനുള്ള ഒരു അനുവാദമാണ് സുപ്രീം കോടതി കൊടുത്തത്. ഒരു കാരണവശാലും ആ വിഷ്വൽ കോപ്പി ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോഴും സുപ്രീം കോടതി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്: അന്വേഷണ സംഘത്തിന്റെ ഒരു പരാജയം. ക്രൈമിന് ഉപയോഗിച്ച മൊബൈലോ ആ മൊബൈലിൽ നിന്ന് വിഷ്വൽ റെക്കോർഡ് ചെയ്ത കമ്പ്യൂട്ടറോ പിടിച്ചെടുക്കാൻ പോലീസിന് പറ്റിയിട്ടേയില്ല. ആ കമ്പ്യൂട്ടറിൽ നിന്ന് അനവധി കോപ്പികൾ വേണമെങ്കിൽ സൃഷ്ടിക്കാം. ആ ഭാഗത്തെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സൂചനകൾ ഒന്നു തന്നെ ഇല്ല. അതും ഈ തണ്ടത്തിൽ സുപ്രീം കോടതി സൂചിപ്പിച്ചൊരു കാര്യമാണ്. എന്തായാലും ഇന്ത്യയിലെ എവിഡൻസ് ആക്ട് ആവശ്യപ്പെടുന്ന ആ നിബന്ധനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷ്വൽ കാണാൻ ദിലീപിനെയും കൂട്ടരെയും സുപ്രീം കോടതി അനുവദിച്ചതും മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായിരുന്ന വിഷ്വൽ ദിലീപിന്റെ ഡിഫൻസ് വക്കീൽമാർ പോയി കാണുകയും ചെയ്തു. ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ആ അനുവാദം ദിലീപ് സംഘടിപ്പിച്ചത്. ആ അനുവാദം സുപ്രീം കോടതി കൊടുത്തപ്പോൾ അതിജീവിതയും അതിജീവിതയ്ക്കൊപ്പമുള്ള ആളുകളൊക്കെ ആ ഉത്തരവിൽ വളരെ നടുക്കം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരാളുടെ സ്വകാര്യ ദൃശ്യം ആ ആളെ പണം കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളിനെ തന്നെ കാണാൻ അനുവദിക്കുന്ന നിയമവ്യവസ്ഥ അതൊരു കാരണവശാലും നല്ലൊരു നിയമവ്യവസ്ഥ അല്ല എന്ന ഒരു അഭിപ്രായം സ്വാഭാവികമായിട്ടും ആ വിധി കേൾക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകും. അതിജീവിത ആ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കാര്യത്തിൽ ന്യായമുണ്ടെന്ന ഒരു വിശ്വാസം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. എന്തായാലും നിയമം പ്രതിക്കും ചില ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ പ്രതിക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നുമില്ല. ആ കാരണത്താൽ ആ വിഷ്വലുകൾ പ്രതിയായ ദിലീപിന്റെ വക്കീലുമാരും കണ്ടു എന്നുള്ള വാർത്ത പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുകയും ചെയ്തു. ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അത് വാർത്തയാക്കുകയും ചെയ്തു. ഈ സംഭവം ശരിക്കും വിചാരണയെ വളരെ ചടുലമാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിചാരണ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ആ വാർത്ത. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിച്ചാൽ മാത്രം മതി. സാധാരണ ഇതിലൊരു കേസ് അവസാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തുകൊണ്ടാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കഥയാണ് സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ അതുവരെ കോടതിയിൽ അവതരിപ്പിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ തെളിവുകളാണ് ഒന്നൊന്നായി കോടതിയിൽ ആളുടെ രൂപത്തിലും മെറ്റീരിയലായിട്ടും മറ്റ് എവിഡൻസുകളായിട്ടൊക്കെ വരുന്നത്. ആ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ പലതവണ ഡിഫൻസ് മറുവാദത്തിലൂടെ ഇടപെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിചാരണ എന്ന് പറയുന്നത്. 2022 ഡിസംബർ മാസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിചാരണ ചെയ്യുന്നതോടുകൂടി ഈ ദിലീപ് അതിജീവിത കേസിന്റെ വിചാരണ അവസാനിക്കുമെന്ന വാർത്ത പത്രങ്ങളൊക്കെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ മിക്കവാറും എല്ലാ ന്യൂസ് ചാനലുകളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. ഈ സമയത്ത് മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത ഫ്രണ്ട് പേജ് വാർത്തയാണ്. ഈ വാർത്ത ഇപ്പോഴും അകത്ത് ഒരു ചെറിയ കോളത്തിൽ മാത്രം കൊടുക്കുന്ന കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ഏക പത്രം ഹിന്ദു ആണ്. ബാക്കി എല്ലാ പത്രങ്ങളും മുൻ പേജ് വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. ഹിന്ദു തുടക്കം മുതൽ ഈ വാർത്തയെ ആ ശൈലിയിലെ പരിഗണിച്ചിട്ടുള്ളൂ. ബാക്കി പത്രങ്ങൾ കാണിക്കുന്ന ആ സെൻസേഷണലിസം ഈ വാർത്തയ്ക്ക് കൊടുക്കാതിരിക്കാൻ ബോധപൂർവം ഹിന്ദുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമുണ്ട്. വാർത്ത വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ വിചാരണ തീരുമ്പോൾ എന്തായിരിക്കും വിധി എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത നമ്മളെ തേടി വരുന്നത്. ദിലീപിന്റെ വീട്ടിൽ ഈ വർഷങ്ങളിൽ നിത്യ സന്ദർശകനായിരുന്ന ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി നടത്തിയ ഒരു പത്രസമ്മേളനവും ഓഡിയോ ക്ലിപ്പിങ്ങുകളുടെ റിലീസുകളുമാണ് ശരിക്കും ആ വാർത്തയുടെ ബേസ്.
ദിലീപുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ചെയ്യാനായി, ദിലീപിനെ കാണാനായി സ്ഥിരമായി പോകുമായിരുന്ന ഒരു കക്ഷിയാണ് താനെന്നാണ് ബാലേന്ദ്രകുമാർ വാർത്താ സമ്മേളനത്തിലും അനുബന്ധ പോസ്റ്റുകളിലും സൂചിപ്പിക്കുന്നത്. ഒരു സിനിമയുടെ കഥ ദിലീപുമായി ചർച്ച ചെയ്യാൻ പോകുമായിരുന്ന ബാലേന്ദ്രകുമാർ ദിലീപുമായി നല്ല അടുപ്പത്തിലാവുമ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ദിലീപിന്റെ വീട്ടിൽ വളരെ ഉറക്കെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ശബ്ദം കേട്ടു. ആ വീഡിയോ ഈ അതിജീവിതയെ പീഡിപ്പിക്കുന്ന രംഗമാണെന്നാണ് ബാലേന്ദ്രകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങൾ ഉടൻ തന്നെ ബാലേന്ദ്രകുമാറിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടു? ഞാൻ കണ്ടില്ല, പക്ഷേ എന്നോട് ആ ദിലീപിന്റെ അനുജനും കൂടെ ഉള്ളവരൊക്കെ അത് അതിജീവിതയുടെ ആണെന്ന് പറയുകയും ചെയ്തു. എന്നെ അവർ കാണാൻ ഇൻവൈറ്റ് ചെയ്തതാണ്, പക്ഷെ ഞാൻ പോയില്ല. ബാലേന്ദ്രകുമാർ കണ്ടില്ല എന്ന കാര്യം ബാലേന്ദ്രകുമാർ തീർത്തു പറയുന്നുണ്ട്. പക്ഷേ അകത്തൊരു വീഡിയോ പ്ലേ ചെയ്തിരുന്നുവെന്നും ആ വീഡിയോയിലെ വിഷ്വൽസ് അതിജീവിതയുടെ പീഡന രംഗങ്ങളാണെന്നുമാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. എന്തായാലും ബാലേന്ദ്രകുമാർ പറഞ്ഞ ആ വാചകം ശരിക്കും സെൻസേഷനായി. കാരണം ബാലേന്ദ്രകുമാർ അതിനോടൊപ്പം ചില ഓഡിയോ ക്ലിപ്പുകളിലൂടെ റിലീസ് ചെയ്തിരുന്നു. ദിലീപിന്റെ കേസ് അന്വേഷിക്കുന്ന ബൈജു പൗലൂസിനെയും മേലുദ്യോഗസ്ഥരും ഒക്കെ തട്ടാനുള്ള ദേഷ്യം ദിലീപിനും ദിലീപിന്റെ അനുജനും ഒക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയുള്ള ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് ബാലേന്ദ്രകുമാർ പുറത്തുവിട്ടത്. ഒരു വീടിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ രഹസ്യമായി ബാലേന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. തന്റെ ജീവിതം വഴിയാധാരമാക്കിയ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ബയസ്ഡ് ആയിട്ട് ഈ കേസിൽ തന്നെ പിടിച്ചു ചേർത്താണെന്നുള്ള ഒരു അഭിപ്രായം ദിലീപിനുണ്ട്. ദിലീപ് ആ അഭിപ്രായങ്ങൾ ബാലേന്ദ്രകുമാർ പങ്കുവെച്ച കൂട്ടത്തിൽ അവരെ കൊല്ലാനുള്ള ദേഷ്യം ദിലീപിനും കൂട്ടർക്കും ഉണ്ടെന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് ബാലേന്ദ്രകുമാറിന്റെ വകയായി പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അത് ഒരു വലിയ വിഷയമായി മാറി. അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ദിലീപ് തീരുമാനിച്ചു. ഒരു വലിയ ഹെഡിങ്ങോടുകൂടി പത്രങ്ങളിൽ വാർത്തകൾ വന്നു തുടങ്ങി. ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വാർത്തയുടെ പുറകിലായി. പോലീസ് സ്വാഭാവികമായും കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. ദിലീപിന്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബൈജു പോലീസ് സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു വൻ റെയ്ഡാണ് ദിലീപിന്റെ വീട്ടിൽ അതിന്റെ ഫലമായിട്ട് നടന്നത്. ദിലീപിന്റെ കൈവശമുള്ള എല്ലാ മൊബൈൽ ഫോണുകളും പിടിച്ചെടുക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ആ ഫോണുകളൊക്കെ വിവിധ തരത്തിലുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനായി തിരുവനന്തപുരത്തെ സെൻട്രൽ ലാബിലേക്ക് അയച്ചു. ആ ഫോണുകളിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ ഉണ്ടോന്ന് നോക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. വൻ കോളിളക്കം ഉണ്ടാക്കിയ കുറേയേറെ രംഗങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വിചാരണ കോടതിയിൽ ഒരു ആവശ്യമായി എത്തി. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ദിലീപിന്റെ ജാമ്യ അപേക്ഷ റദ്ദ് ചെയ്യണം. അതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ആവശ്യം വിചാരണ കോടതി കൈയോടെ തള്ളി. നിലവിൽ നടക്കുന്ന കേസുമായി അതിനൊരു ബന്ധവുമില്ല എന്ന അഭിപ്രായമാണ് വിചാരണ കോടതിക്ക്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലെത്തി, അപ്പീൽ ചെയ്തു. അപ്പീല് ഹൈക്കോടതി തള്ളി. അവർ സുപ്രീം കോടതിയിലെത്തി, സുപ്രീം കോടതിയും അപ്പീൽ തള്ളി. ദിലീപിനെ അറസ്റ്റ് ചെയ്യാനും ദിലീപിന്റെ ജാമ്യം പിൻവലിക്കാനുമായി തുടർന്ന് അനവധി ശ്രമങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തിൽ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസിലെ പ്രതിക്കെതിരെ ഈ ശൈലിയിൽ ഒരു വേട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി നമ്മൾ എത്ര കേസിൽ പരിശോധിച്ചാലും കാണാൻ പറ്റത്തില്ല. ഒരു വേട്ട അത് തന്നെയാണ് ദിലീപിനെതിരെ പോലീസ് നടത്തി നോക്കിയത്. പക്ഷെ സുപ്രീം കോടതി വരെ എത്തിയിട്ടും ആ കേസുകളിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ കേസിലെ ജാമ്യം റദ്ദാക്കി ദിലീപിനെ ജയിലിലേക്ക് അയക്കാനോ പ്രോസിക്യൂഷന് പറ്റിയതുമില്ല. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി രംഗത്ത് വരുന്നത്. അത് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആ കാർഡ് പരിശോധിച്ചപ്പോൾ ആ കാർഡിന്റെ ഹാഷ് വാല്യൂയിൽ മാറ്റം ഉണ്ടായി എന്നൊരു വാർത്തയാണ്. നമ്മൾ ഒരു മെമ്മറി കാർഡിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ തവണ കാണുമ്പോഴും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ മാറും. ഒരു തവണ കാണുമ്പോൾ ഒരക്കം കൂടും, രണ്ടാം തവണ കാണുമ്പോൾ അടുത്ത അക്കം വരും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്നതനുസരിച്ച് ആ വാല്യൂയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഹാഷ് വാല്യൂ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരും കണ്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത്. ഹാഷ് വാല്യൂയിൽ മാറ്റം ഉണ്ടായപ്പോൾ ദിലീപിനൊപ്പമുള്ള ആളുകളോ ആ കാർഡ് കൈക്കലാക്കി അത് കോപ്പി ചെയ്ത് കാണും എന്ന ശൈലിയിൽ വാദിയായ അതിജീവിത കേസുമായി കോടതി സമീപിച്ചു. കോടതിയുടെ കൈവശമിരിക്കുന്ന കാർഡ് പ്രതിക്കും വാദിക്കും മറ്റെല്ലാവർക്കും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളെ സ്വാധീനിച്ച് നേടാൻ പറ്റുമെന്നിരിക്കെ ദിലീപൻ മാത്രം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അതിജീവിതയും കൂട്ടരും കോടതിയിലെത്തിയത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ദിലീപ് അല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. ദിലീപിനാണ് ഈ അതിജീവിതയോട് ദേഷ്യമുള്ളത്. ബാക്കിയൊക്കെ ദിലീപ് പണം കൊടുത്ത് ഇറക്കിയിരിക്കുന്ന ആളുകൾ മാത്രമാണ്. അവരൊരു കാരണവശാലും ആ കാർഡ് സ്വന്തമാക്കാനോ അതിനെ കോപ്പി ചെയ്യാനോ ശ്രമിക്കത്തില്ല. ദിലീപിനെതിരെ കേസുമായി കോടതിയിലെത്തിയ അതിജീവിത ഈ കൃത്യം ചെയ്ത ദിലീപ് ജാമ്യം അർഹിക്കുന്നില്ലെന്നും ജാമ്യം റദ്ദാക്കി ദിലീപിനെ ജയിലിലാക്കണമെന്നുള്ള ആവശ്യം കൂടെ ഉന്നയിച്ചു. അതും ഈ പറഞ്ഞ പോലെ വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വഴി സുപ്രീം കോടതിയിലെത്തി. ഒരുപാട് വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒക്കെ ഇടയായ ഒരു സംഭവമാണത്. ഈ സമയത്താണ് സുപ്രീം കോടതി
ഈ കേസ് തള്ളിക്കൊണ്ട് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ നടത്തുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2017 ഫെബ്രുവരി 17-നാണ്. അന്ന് രാത്രി 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡുമായപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വിഷ്വൽ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 40 സെക്കൻഡ് വരെ നീളുന്നുണ്ട്. ആ വിഷ്വൽ റെക്കോർഡ് ചെയ്ത മൊബൈലിൽ നിന്ന് അതൊരു കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മെമ്മറി കാർഡിലേക്കും മാറ്റിയ പ്രതി പൾസർ സുനി അത് അഡ്വക്കേറ്റ് EG പൗലോസിന് കൈമാറിയിരുന്നു. 8 GB മെമ്മറിയുള്ള കാർഡിലാണ് ആ വിഷ്വൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ആ 8 GB മെമ്മറി കാർഡ് EG പൗലോസ് ആലുവയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആ മെമ്മറി കാർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് തൊണ്ടി മുതലായി സ്വീകരിച്ച് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കുകയും ചെയ്തു. ഫോറൻസിക് ലാബിലെ അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ P ആ മെമ്മറി കാർഡ് പരിശോധിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും പ്രതികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അക്കാര്യം സുപ്രീം കോടതി അവർ ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട്. ആലുവയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൈപ്പറ്റിയ ആ മെമ്മറി കാർഡ് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഫോറൻസിക് ലാബിൽ നിന്ന് ആ കാർഡ് തിരികെ വാങ്ങിച്ചതിന് ശേഷമോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ കാർഡിലെ കണ്ടന്റ് ഒരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തുകൊണ്ട് പെൻ ഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ആ മെമ്മറി കാർഡും പെൻ ഡ്രൈവും ആ വിഷ്വലുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ വിഷ്വലുകളാണ് കാണാൻ പ്രതിയുടെ അഭിഭാഷകർക്കും പ്രതിക്കും കോടതി അനുവാദം കൊടുത്തത്. ആ വിഷ്വൽ അവർ കണ്ടപ്പോൾ ആ വിഷ്വലിനകത്ത് പൾസർ സുനിയുടെ ശബ്ദത്തോടൊപ്പം ഒരു സ്ത്രീയുടെ ശബ്ദം കൂടി കേട്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പ്രോസിക്യൂഷൻ ആ സ്ത്രീയുടെ ശബ്ദം വാദിയുടെ ശബ്ദവുമായി ബന്ധിപ്പിച്ച് ഒരു അനാലിസിസ് നടത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്നാണ് ഡിഫൻസിന്റെ വക്കീലുമാർ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഓഡിയോയും വീഡിയോയുമുള്ള ഒരു സാമ്പിൾ കിട്ടുമ്പോൾ അതിനകത്ത് ഉള്ള എല്ലാ ശബ്ദവും അനലൈസ് ചെയ്യാൻ പ്രോസിക്യൂഷൻ ബാധ്യസ്ഥമാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ വനിതയുടെ ശബ്ദം മാത്രം വെരിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. അതിനെക്കുറിച്ചാണ് സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം നടക്കുമ്പോൾ ദിലീപിന്റെ വക്കീലുമാർ സൂചിപ്പിച്ചത്. അതോടൊപ്പം അവര് നിർണായകമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 18-ാം തീയതി രാത്രി 8:30 മണിയോടുകൂടിയാണ് നടി ആക്രമിക്കപ്പെടുന്നതും അവരെ കാറിൽ ബന്ദിയാക്കുന്നതും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രാത്രി 10:30-ക്കാണ്. 10:30 മുതൽ 10:48 വരെ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ വീഡിയോ അബ്രപ്റ്റായി കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന പോലെ തോന്നും. ആ വീഡിയോ റെക്കോർഡ് ചെയ്ത സോഴ്സ് മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആ വീഡിയോ ആ മൊബൈൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് മെമ്മറി കാർഡിലേക്ക് മാറ്റി അതിനുശേഷം പെൻ ഡ്രൈവിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ കാർഡുമായി ബന്ധിപ്പിച്ച് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വീഡിയോയിലെ ശബ്ദം 10 മടങ്ങാക്കാനായി കൊച്ചിയിലെ സ്റ്റുഡിയോ കൊണ്ടുപോയപ്പോൾ ബാലചന്ദ്രകുമാർ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഈ രംഗത്തിന് അദ്ദേഹം സാക്ഷിയാണെന്നുമാണ് അദ്ദേഹം അന്ന് പത്രക്കാരോടൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സ്റ്റുഡിയോയുടെ മാനേജർ നടത്തിയ പ്രസ്താവന എല്ലാ പത്രങ്ങളിലും പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു. അവര് ആ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ 6-7 കൊല്ലമായി വർക്ക് ചെയ്യുകയാണ്. ഈ 6 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന കക്ഷി അവിടെ എത്തിയിട്ടില്ലെന്നാണ് അവരുടെ പ്രസ്താവന. അത് മാത്രമല്ല, ഈ പറയുന്ന ശൈലിയിലുള്ള ഒരു ആക്ടിവിറ്റിയും അവിടെ നടന്നിട്ടില്ലെന്ന് കൂടി അവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർഡിലെ ശബ്ദത്തെക്കുറിച്ച് അവര് ഒരു സംശയം ഉന്നയിക്കുകയാണ്. അബ്രപ്റ്റ് ആയിട്ടാണ് ആ കാർഡ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, എറണാകുളത്തെ പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാലച്ചുവടിലേക്ക് പോകുമ്പോൾ ഒരു T പോലുള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിയുമ്പോൾ ഉള്ള 2ാമത്തെ വീടാണ് ലാലിന്റെ വീടെന്ന്. ലാലിന്റെ വീട്ടിൽ ഈ നടിയും മാർട്ടിനും എത്തുമ്പോൾ സമയം 11 ഈ വീഡിയോയില് റെക്കോർഡിംഗ് അനുസരിച്ച് ആ റെക്കോർഡിംഗ് അവസാനിച്ചിരിക്കുന്നത് 10:48 അതായത് ആ സംഭവം കഴിഞ്ഞ് 12 മിനിറ്റിനകം നടി പടമുകളിലെ ലാലിന്റെ വീട്ടിലെത്തിയെന്നാണ്. അപ്പോൾ ഈ കൃത്യം നടന്നിരിക്കുന്നത് ലാലിന്റെ വീടിന് സമീപത്തുള്ള ഏതോ ഒരു പ്ലേസിൽ വെച്ചാണ്. അതിനു മുമ്പുള്ള 2 മണിക്കൂർ ആ സമയത്ത് ആ വാഹനം കൊച്ചി മുഴുവൻ കറങ്ങിയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ ആ കേസ് ഡയറിയിൽ സൂചിപ്പിക്കുന്നത്. അതിനെ ദിലീപിന്റെ വക്കീലുമാർ കോടതിയിൽ അതിശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കാര്യവും വിധിയിൽ സൂചിപ്പിച്ച സുപ്രീം കോടതി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു വലിയ പാളിച്ച് എടുത്തു പറയുന്നുണ്ട്. അത് ആ മൊബൈൽ ഫോണിന്റെ മിസ്സിങ്ങുമായി ബന്ധിപ്പിച്ചാണ്. ഈ കുറ്റകൃത്യം റെക്കോർഡ് ചെയ്ത ആ മൊബൈൽ ഫോണാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്.
ആ തെളിവ് കണ്ടെത്താൻ സ്റ്റേറ്റിന്റെ അഡീഷണൽ DGP തന്നെ നേതൃത്വം കൊടുത്ത ഒരു അന്വേഷണ സംഘം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു വീഴ്ചയായിട്ടാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അത് കണ്ടെത്തണമെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിച്ചിരുന്നുവെങ്കിൽ കണ്ടെത്താൻ പറ്റിയേനെ. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിലീപിന്റെ വക്കീലുമാർ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവരുടെ വാദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മൊബൈൽ കണ്ടെത്താൻ പ്രോസിക്യൂഷൻ താല്പര്യം കാണിക്കാത്തതാണ്. അവരുടെ കഥ അത് അതുപോലെ തന്നെ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ യഥാർത്ഥ തെളിവ് പുറത്തു വരരുതെന്ന് അവർക്കൊരു നിർബന്ധമുണ്ടെന്നുള്ള ശൈലിയിലാണ് ദിലീപിന്റെ വക്കീലുമാർ ഇതിനോട് പ്രതികരിച്ചത്. സുപ്രീം കോടതി അവരുടെ വിധിന്യായത്തിൽ ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറെ കൂടി ഉത്സാഹത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നെങ്കിൽ ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞനെ. അന്വേഷണം തുടങ്ങി 1 കൊല്ലം ആകുന്ന സമയത്ത് പോലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ റിപ്പോർട്ടിങ്ങിൽ സൂചിപ്പിച്ചിരുന്നത് ആ മൊബൈൽ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ്. അത് ശരിക്കും ആളുകളെ കബളിപ്പിക്കുന്ന ഒരു മറുപടിയായിട്ട് കോടതി ആ സമയത്തെ കണ്ടിരുന്നുവെന്ന് കോടതി രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അത് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മൊബൈല് കണ്ടെത്താൻ പോലീസ് കാര്യമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പോലീസിന്റെ ഭാഷ്യം ആ മൊബൈല് പ്രതികളുമായി ബന്ധിപ്പിച്ച ആരുടെ കൈവശം ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ തടവിൽ സൂക്ഷിച്ചിരുന്ന സമയത്ത് ഉറപ്പായും അവർ വഴി അത് കണ്ടെത്താൻ പോലീസിന് പറ്റേണ്ടതാണ്. പക്ഷെ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ആ മെമ്മറി കാർഡുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതിയുടെ ആ വിധിന്യായത്തിനകത്തുള്ളത്. കുറേയേറെ കാര്യങ്ങൾ വ്യക്തമാക്കാതെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരുന്ന ആളുകൾ ശരിക്കും കൃത്യമായി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പല സ്ഥലത്തുമുള്ള കോടതി രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നതിന് മുന്നോടിയായിട്ട് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒത്തിരിയേറെ രേഖകൾ ഇതുമായി കണക്ട് ചെയ്ത് വായിച്ചു നോക്കിയായിരുന്നു. എല്ലാ പ്രതികളും പലതവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിട്ടുണ്ട്. അതുപോലെ വിചാരണ കോടതിയും. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമുക്ക് നെറ്റിൽ നിന്ന് വായിക്കാൻ പറ്റും. അതോടൊപ്പം അതിജീവിതയും സ്റ്റേറ്റ് ഓഫ് കേരളയൊക്കെ കോടതിയിൽ ഈ പ്രതികൾക്കെതിരായി നൽകിയ കേസുകളും അവയുടെ വിധികളും ഒക്കെ ഉണ്ട്. ഈ വിധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് കാര്യമായ വീഴ്ചകളുണ്ടെന്ന് വ്യക്തമാകുന്ന അനവധി കമന്റുകൾ കോടതി വിധികളിൽ കാണാം. ഒരു ശരിയായ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക ശൈലിയിലുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് പൾസർ സുനി എന്ന അവസാനത്തെ പ്രതി 2025 ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതി സമീപിക്കുന്നത്. ബാക്കി എല്ലാ കക്ഷികൾക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് പൾസർ സുനി തനിക്കും ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയത്. വാദിക്ക് വേണ്ടി സ്റ്റേറ്റ് ഓഫ് കേരള തന്നെ അതിനെ അതിശക്തമായി എതിർത്തു. അതിശക്തമായി എതിർക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഓഫ് കേരള ചില കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ബാലചന്ദ്രകുമാർ എന്ന കക്ഷി ദിലീപിനെതിരായി സാക്ഷിമൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് ഡിഫൻസ് അവരുടെ വിചാരണ ആരംഭിച്ച സമയത്ത് ബാലേന്ദ്രകുമാറിനെ 20-ലധികം ദിവസങ്ങൾ വിചാരണ ചെയ്തുവെന്നാണ് സ്റ്റേറ്റ് ഓഫ് കേരള സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. അതോടൊപ്പം വാദിയായ അതിജീവിതയെ 12ഓളം ദിവസം വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ദിലീപിന്റെ വക്കീലുമാർ വാദിക്കാനെടുത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് 83 ദിവസം. കേരളത്തിൽ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരു കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും ദിവസം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി ഡിഫൻസ് ചോദ്യം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്റെ അറിവിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഇൻ ക്യാമറയായി നടക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ആ വാദപ്രതിവാദം ഏത് ശൈലിയിലാണ് നടന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയുമില്ല. 83 ദിവസം എടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചതും 12ഓളം ദിവസം അതിജീവിതയെ വിസ്തരിച്ചതും 23ഓളം ദിവസം ബാലേന്ദ്രകുമാറിനെ വിസ്തരിച്ചതും ഒക്കെ എടുത്തു പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് കേരള പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് തീർത്തു പറയുകയാണ്. പൾസർ സുനിക്ക് എതിരായിട്ടുള്ള കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ അയാൾക്കെതിരെ കളക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ഒന്നും കളക്ട് ചെയ്യാനില്ല എന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സമ്മതിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അയാളെ മാത്രം തടവിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്ന നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയും പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 2017 ഫെബ്രുവരി 23-നാണ് പൾസർ സുനി ജയിലിലാകുന്നത്. 2025 ഏപ്രിലോട് കൂടിയാണ് ജാമ്യം ലഭിക്കുന്നത്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പൾസർ സുനി അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്നും അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നൊക്കെയുള്ള ശൈലിയിലുള്ള വാദങ്ങളൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേരള സർക്കാർ ഉന്നയിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല എന്നതാണ് സത്യം. എന്തായാലും ഇപ്പോ ഒരു വാർത്ത നമ്മളെ തേടി വരികയാണ്. വാദം അവസാനിച്ചു എന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ, കൃത്യമായി പറഞ്ഞ തിങ്കളാഴ്ച, ദിലീപ് പ്രതിയായിട്ടുള്ള ആ കേസിന്റെ വിധിയുടെ ആദ്യ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കേസ് തന്നെയാണ് ഈ ദിലീപുമായി ബന്ധിപ്പിച്ച കേസ്. ഇതിൽ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല.
അതിജീവിതയുടെ ധൈര്യം. സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റിയായി നിലനിൽക്കുന്ന വ്യക്തി അവരുടെ ഒരു മോശം ദൃശ്യം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ഇത്ര ധൈര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകത്തില്ല. അങ്ങനെ തയ്യാറായി എന്നതാണ് ഈ അതിജീവിതയുടെ പ്രത്യേകത. ശരിക്കും അവർ ആ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസികവും ശാരീരികവും ആയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെക്കുറിച്ച് ലാല് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. ശരിക്കും ആ അവസ്ഥയിൽ ആദ്യം ആ നടിയെ കാണുന്നത് ലാലാണ്. ലാലിന്റെ വീടിന്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ലാലിന്റെ വീട്ടിലേക്ക് ആ യുവനടി ഓടിക്കയറുമ്പോൾ ശരിക്കും ലാല് അവളുടെ ആ വേഷം കണ്ട് തകർന്നു പോയെന്നാണ് അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറഞ്ഞത്. കരഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. മകളെപ്പോലെ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ മോളെ കേസ് കൊടുക്കുക തന്നെ വേണമെന്ന് ആ സമയത്ത് ലാല പറഞ്ഞത്. പിന്നീട് ആ വാദത്തെ കൂടുതൽ ശക്തമാക്കിയത് പി.ടി. തോമസിന്റെ രംഗപ്രവേശമാണ്. പി.ടി. തോമസ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ തകർന്നു പോയിരുന്ന ആ അതിജീവിതയ്ക്ക് ഒരു വല്ലാത്ത ധൈര്യമുണ്ടായി. ആ ധൈര്യം പിന്നീട് പരസ്യമായി ജനത്തെ ഫേസ് ചെയ്യുന്നതിലേക്ക് അതിജീവിതയെ എത്തിക്കുകയും ചെയ്തു. നമുക്കറിയാം അതിജീവിതമാർ പലപ്പോഴും കർട്ടന് പിന്നിലേക്ക് ഒളിച്ചു കളയുമെന്ന്. ഇവിടെ അതിജീവിതയുടെ പ്രത്യേകത അത് നമ്മൾ എടുത്തു പറയണം. മുഖംമൂടിയിട്ട് ഒളിച്ചിരിക്കാനല്ല അതിജീവിതം ശ്രമിച്ചത്. അവൾ പച്ചയ്ക്ക് പരസ്യമായി രംഗത്ത് വന്ന് അവൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ മാധ്യമങ്ങളോട് ഏറ്റു പറഞ്ഞിരുന്നു. ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുതെന്ന് അതിജീവിത പറയുമ്പോൾ അത് ശരിക്കും നമുക്കും മനസ്സിലാകും. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇത് സംഭവിക്കാൻ പാടില്ല. ദിലീപ് എന്ന വ്യക്തി ഈ കുറ്റകൃത്യത്തിന്റെ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ശരിക്കും അർഹിക്കുന്ന ശിക്ഷ ദിലീപിന് കിട്ടുക തന്നെ വേണം. ഇനി ദിലീപിനെ ഇതിലേക്ക് കുടുക്കിയതാണെങ്കിൽ അത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയാൻ കൂടി ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. ആ നടിയെ ആക്രമിച്ച കേസ് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായതാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. ആ ഗൂഢാലോചന ദിലീപാണ് ചെയ്തതെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി ദിലീപിനെ ഇതിലേക്ക് കണക്ട് ചെയ്യാനായി ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയുടെ ഡോക്യുമെന്റ്സ് എടുത്തു തുടങ്ങിയപ്പോൾ കോടതി രേഖകൾ തന്നെ ഇത്രയും ഉണ്ട്. ഒരുപാട് രേഖകളാണ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. ഇഷ്ടംപോലെ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അടുക്കും ചിട്ടിയാക്കി രംഗത്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേറിയ ദൗത്യം കൂടിയാണ്. എന്തായാലും ഒരു ശ്രമം ഞാൻ നടത്തി നോക്കിയെന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.